ദൈവമേ നാരായണ. മാലിനി, മാലിനി, എന്താ? നേരെ ഇത്രയായിട്ടും ഉമ്മറത്ത് വിളക്കെത്തിച്ചു വെക്കാൻ ഇവിടെ ആർക്കും കയ്യൊഴിവില്ലേ? അയ്യോ, വിളക്ക് ഇപ്പൊ ഞാൻ കത്തിച്ചു വെച്ചതാണല്ലോ. എന്നിട്ട് എവിടെ? കത്തിച്ചു വെച്ചു പോലും. കത്തിച്ചു വെച്ചിട്ട് ഇവിടെ കാണില്ലേ? വെറുതെ അല്ല ഗതി പിടിക്കാത്തത്. എന്താ 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 മോളെ? അമ്മേ, അമ്മ നിലവിളക്കെടുത്തു വെച്ചോ? ഇല്ല. എണ്ണ ലാഭിക്കാനായിരിക്കും കത്തിച്ചു വെച്ച് ഉടനെ എടുത്തോണ്ട് പോയത്. നിങ്ങൾ എന്തായി പറയുന്നേ? അമ്മേ, ഞാൻ നിലവിളക്ക് കത്തിച്ചു വെച്ചതാ, ഇപ്പൊ കാണുന്നില്ല. എന്റെ ഭഗവതി, വിളക്ക് കാണുന്നില്ലെന്നോ? വിളക്ക് ആര് കൊണ്ടുവരാ? ഗോപിയോടെ നിന്റെ പൊന്നാരമോൻ. പണ്ടാറടങ്ങാൻ എന്തിനാടോ നിലവിളക്ക് വെക്കണത്? വീട്ടിൽ ഇത് ഉപയോഗിക്കാറില്ല മുതലാളി. അവിടെ ചെറിയ നിലവിളക്കാണ് കത്തിക്കുന്നത്. രാമാനന്ദ, ഓ ഈ ദിവ്യലി തുക്കുഞ്ചോന് ഉത്തൂലി അസ്മൂൻ സാങ്ക്. തനിക്ക് ജോലിയൊന്നും ആയില്ലടോ? ഇല്ല മുതലാളി. അല്ല, BA പഠിച്ചവൻ ഇവിടെ പാത്രം എടുത്തു കൊടുക്കാൻ നിൽക്കണു. പിന്നെ 10ാം ക്ലാസ്സുകാരനായ തനക്ക് എന്ത് ജോലി കിട്ടാനാ? എനിക്ക് സർക്കാർ ജോലിയിലൊന്നും വലിയ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഒരു സിനിമ നടനാവണമെന്നാ. മുതലാളിക്ക് പരിചയമുള്ള സിനിമാക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കാര്യം. സിനിമ? അയ്യടാ, ഈ മോന്റെ കണ്ടാലും മതി. അല്ല മുതലാളി, മേക്കപ്പ് ചെയ്യുമ്പോ എന്റെ മുഖത്ത് നല്ല ചന്തം വരും. ഞാൻ അഭിനയിച്ച നാടകങ്ങളൊന്നും മുതലാളി കണ്ടിട്ടില്ല? 1.5 കിലോ മുതലാളി. 150 രൂപ 50 പൈസക്കുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് പുളിവാലാകരുത് കേട്ടോ. അയ്യോ, മുതലാളിക്ക് എന്നെ വിശ്വാസമില്ലേ? അച്ഛൻ പറഞ്ഞ് വിട്ടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മുതലാളി, കൂടെ വരാം. അല്ല മുതലാളി, ഈ ഇത്രയും വലിപ്പമുള്ള ഇഡ്ഡലി കുട്ടത്തിന് എന്തോ വില കിട്ടും?
അല്ല വേറെ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ വില പറഞ്ഞു കൊടുക്കാല്ലോ. എന്തു പറയാനാ, ഭഗവതിയാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എന്റെ കല്യാണം കഴിഞ്ഞ് അമ്മ വീട് കാണാൻ വന്നപ്പോ കൊണ്ടു തന്ന നിലവിളക്കാ. എത്ര കൊല്ലത്തെ പഴക്കമുള്ളാണെന്ന് അറിയാവോ? കത്തിച്ചു വെച്ച നിലവിളക്ക് ആരെങ്കിലും കട്ടോണ്ട് പോവോ അമ്മേ? പിന്നെ കള്ളന്മാർ അതൊക്കെ നോക്കിയിട്ടില്ലേ കക്കാൻ നടക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വെച്ചാൽ കുടുംബത്തിന് ഐശ്വര്യക്കേട്. ആണായിട്ട് ഒരുത്തൻ ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? അവനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു ജോലിയും കൂലിയും ഇല്ലാതെ രാവിലെ തന്നെ ഇറങ്ങും അവൻ നാട് തരങ്ങാൻ. പിന്നെ പാതിരാത്രിക്കല്ലേ കയറി വരുന്നത്. എനിക്ക് ജോലി കിട്ടാത്ത എന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. വെറും 10ാം ക്ലാസ് പാസ്സായതിന് കൂലിപ്പണി പോലും കിട്ടൂല ഇന്നത്തെ കാലത്ത്. എല്ലാത്തിനും നിനക്കൊരോ ന്യായങ്ങളുണ്ടാവും. ഓ, അമ്മ തുടങ്ങി. ചേട്ടാ, നമ്മുടെ നിലവിളക്കാരോ കട്ടോണ്ട് പോയി. അയ്യോ, എപ്പോ? സന്ധ്യയ്ക്ക് ഞാൻ കത്തിച്ചു വെച്ചതാ. പോയി, സകലതും പോയി. സന്ധ്യാസമയത്ത് ആ വലിയ വിളക്ക് കൊളുത്തി വെക്കുന്നതായിരുന്നു ആകെ കൂടി ഈ വീടിനുണ്ടായിരുന്ന ഐശ്വര്യം. അത് പോയി കിട്ടി. അച്ഛനും നിങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ? എല്ലാരും ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. കുറെ ദിവസം മുമ്പ് പുറത്ത് വെച്ചിരുന്ന ചെമ്പ് കൂടെ എടുത്തോണ്ട് പോയി. പിന്നെ കൈ കഴുകാൻ വെള്ളം വെച്ചിരുന്ന കിണ്ടി കാണാതായി. ഇപ്പത്തെ നിലവിളക്ക്. എന്റെ ബലമായ വിശ്വാസം നമ്മളെ ശരിക്കും അറിയാവുന്ന ആരെങ്കിലും കരുതിക്കുട്ടി മോഷ്ടിച്ചിട്ട് കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണെന്ന്. അച്ഛാ, എന്താ ഈ കേൾക്കുന്നത്? മോഷണത്തെ കുറിച്ച് ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കണം. ഇടിച്ചെല്ലാത്തിന്റെ എല്ലാവരും വരും. കംപ്ലൈന്റ് കൊടുക്കാം, പക്ഷെ പോലീസുകാരിടിച്ച് എല്ലൂരുന്ന് കണ്ടു നിൽക്കാനുള്ള ശേഷി നിന്റെ അമ്മയ്ക്കുണ്ടാവില്ല. ഇതല്ലേടാ വിളക്ക്? ആ, ഒരു 150 രൂപ എടുത്തേ. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ബ്രേക്ക് കുറവാ, അതുകൊണ്ടാ. ചേച്ചി, ദേ ഗോപിയേട്ടൻ. അതിനെന്താ, അവിടെ നിൽക്കട്ടെ. നമ്മൾ കണ്ടാരും അച്ഛൻ അറിയണ്ട. അച്ഛനും അമ്മാവനും കൂടി വഴക്കാണെന്ന് പറഞ്ഞ് അമ്മായിയോടും ഗോപിയേട്ടനോടൊക്കെ നമ്മൾ മിണ്ടായിരിക്കണ എന്തിനാ? നിനക്കതൊക്കെ പറയാം. അച്ഛൻ ഇഷ്ടമില്ലാത്ത ആരോടും ഞാൻ മിണ്ടാൻ പോയില്ല. ഗോപിയേട്ട, അച്ഛനും അമ്മാവനും കൂടിയുള്ള വഴക്ക് ഈ ജന്മത്തെ തീരുമെന്ന് തോന്നില്ല. അത്രയ്ക്ക് വാശിയും വൈരാഗ്യമാണ് അമ്മാവനോട് അച്ഛന്. ഇതിനിടയിൽ കിടന്ന് നീറുന്നത് നമ്മളാണ്. ബസ് സ്റ്റോപ്പിൽ മരത്തിൽ പൊത്തുകൾ ഉണ്ടായത് നമ്മുടെ ഭാഗ്യം. നമ്മുടെ ഈ പോസ്റ്റൽ സർവീസ് അച്ഛൻ അറിഞ്ഞാൽ അന്ന് എന്റെ കഥ കഴിക്കും. എത്ര ദിവസമായി ഗോപിയേട്ടായി ഒന്ന് സംസാരിച്ചിട്ട്. എവിടെ വെച്ചാ ഒന്ന് കാണുക. അച്ഛനും അമ്മാവനും ആരും അറിയാത്ത ഒരു സ്ഥലം ഗോപിയേട്ടൻ കണ്ടുപിടിക്കുക. ഞാൻ അവിടെ വരാം. സ്വന്തം സരിത. എന്താ ഗോപിനാഥ തനിച്ച് ഇരിക്കുന്നത്? പക്ഷേ ഈ പലചരക്കടയിൽ കൊടുക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റിൽ നിറയെ ഉച്ചാരണ തെറ്റാ. അത് വായിച്ച് ചിരിച്ചതാ. അല്ലാതെ ഞാൻ പ്രേമലേഖനങ്ങളൊന്നും ആരുടെയും വാങ്ങിക്കാറില്ല. ഞാൻ വളരെ സ്വഭാവശുദ്ധിയുള്ള ചെറുപ്പക്കാരനാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതിന് മാഷിന് അറിയാലല്ലേ? പക്ഷേ മാഷെ, പിന്നെ ഈ സാധനങ്ങളുടെ ലിസ്റ്റിന്റെ കാര്യമൊന്നും അച്ഛനടുത്ത് പറയണ്ട. അച്ഛന് കുറ്റബോധം തോന്നും. പറയട്ടെ. ഭാരതി, ദേ മോൻ തെങ്ങ് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിട്ടുണ്ട്. വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും കൊടുക്ക. അല്ല, തെങ്ങുകയറ്റത്തിന് പോയിട്ട് സാറിന്റെ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. മകന് തെങ്ങേറി നടക്കാൻ ഏക്കർ കണക്കിന് തെങ്ങും പുരടല്ലേ അച്ഛൻ മേടിച്ചിട്ടിരിക്കുന്നത്. അതെ അതെ, തെങ്ങിൻതോപ്പ് മേടിക്കാൻ ലക്ഷക്കണക്കിന് രൂപയല്ലേ മകൻ സമ്പാദിച്ചുകൊണ്ട് വരുന്നത്. ഈ പറയുന്ന അച്ഛൻ ഇതുവരെ എന്തെങ്കിലും സ്വന്തമായിട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തറവാട്ടി നോഹരി കിട്ടിയ ഈ വീടും 7 സെന്റ് ഭൂമിയും അല്ലാതെ വേറെ എന്തുണ്ട് അച്ഛന് സ്വന്തമായിട്ട്? എന്നിട്ടിപ്പോ അമ്മായിയുടെ പേരിൽ കേസും കൊടുത്ത് നടക്കല്ലേ എല്ലാം കൂടി വെട്ടിപ്പിടിക്കാൻ. ഇപ്പൊ കിട്ടും. എനിക്കും കൂടി അവകാശപ്പെട്ടാണ് അവളും അവനും കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീടും പറമ്പ് വിറ്റിട്ടാണ് ശരി, ഞാൻ കേസ് നടത്തും. ആരാ ചോദിക്കാൻ? ഉള്ളത് കട്ടോണ്ടുപോയി തിന്നു കുടിക്കാനല്ലാതെ കാൽ കാശ് ഉപകാരം നിന്നെ കൊണ്ടുണ്ടോ? എന്നിട്ട് അവൻ നിന്ന് പ്രസവിക്കുന്നു. മക്കളോടും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നിർത്തടാ, അച്ഛനോട് തർക്കുത്തരം പറയുന്നു. കേറിപ്പോടാ, പോകാൻ.
എന്തിനാ ചേട്ടാ അച്ഛനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? കുടുംബത്തിന് കാശിന് പ്രയോജനമില്ലാത്തവനാ ഞാൻ, സമ്മതിച്ചു. എന്നെ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? പഠിക്കാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. എല്ലാവർക്കും ഗോപി പാവം, കഥയില്ലാത്തവൻ. പഠിച്ചിരുന്നെങ്കിൽ എനിക്കും കിട്ടുമായിരുന്നു ജോലി. നമ്മുടെ അപ്പോഴത്തെ സ്ഥിതി അങ്ങനെ ആയിരുന്നതുകൊണ്ടല്ലേ ചേട്ടനെ. അപ്പൊ നിന്നെ കോളേജിൽ അയച്ചതോ? കുന്നത്തെ തറവാട്ടിൽ നിന്ന് പെമ്പിള്ളേരാരും കോളേജിൽ പോയിട്ടില്ല അത്രേ. നിന്നെ കോളേജിൽ അയച്ച് പേരെടുക്കാമെന്ന് വിചാരിച്ചു. നിന്നെ പഠിപ്പിച്ചതിനുള്ള വിഷമം കൊണ്ട് പറഞ്ഞതല്ല, എനിക്ക് പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ. മോനെ, നീ ഊണ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഒന്ന് വാ ചേട്ടാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ കറി? മുരിങ്ങക്കയും ചക്കക്കുരുവും തേങ്ങയരച്ച് വെച്ചാണോ? അല്ല. എന്നാ കഴിക്കാം. പയ്യൻ സരിതയെ കോളേജിൽ പോകുന്ന വഴിക്കോ മറ്റെവിടെയെങ്കിലോ വെച്ച് കണ്ടു കാണും. അവന് അവളെ വളരെ ബോധിച്ചു അത്രേ. തറവാട്ടുകാരെന്ന് വെച്ചാൽ നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണെന്ന് കൂട്ടിക്കോളൂ. അബുദാബിയിൽ സിറ്റി ബാങ്കിലാണ് പയ്യന് ജോലി. അടുത്ത തവണ ലീവിന് വരുമ്പോ കല്യാണം നടത്തണമെന്നാണ് ഭാസ്കരൻ നായരുടെ അഭിപ്രായം. കേട്ടപ്പോ എല്ലാം കൊണ്ടും നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത്. രാജേശ്വരിക്ക് എന്ത് തോന്നുന്നു? അവള് പഠിക്കുകയല്ലേ. പെൺകുട്ടികളുടെ പഠിപ്പും കല്യാണവും തമ്മിൽ എന്താ ബന്ധം? എപ്പ വേണമെങ്കിലും നിർത്താമല്ലോ. പിന്നെ പയ്യൻ ലീവിന് വരാൻ ഇനിയും 5-6 മാസം കൂടി ഉണ്ടല്ലോ. അത്രയും നാൾ വേണമെങ്കിൽ പഠിച്ചോട്ടെ. എന്താ നിനക്കൊരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. എനിക്കറിയാം. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കണ്ട. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പോയി കിടക്കാൻ നോക്ക്. പ്രിയപ്പെട്ട സരിതയ്ക്ക് ഏതായാലും 2 രൂപ 70 പൈസ ബസ്സിന് മുടക്കി അച്ഛനോ അമ്മാവനോ ഇവിടെ വരാൻ പോണില്ല. അതുകൊണ്ടല്ലേ ആർക്കും സംശയം തോന്നാത്ത ഈ ആശുപത്രി തന്നെ നമ്മുടെ മീറ്റിംഗ് പ്ലേസ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചത്. ആശുപത്രി വരാൻ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചുപോയി. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഗോപേട്ടിനെ കാണാതിരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടാവും. കണ്ടു കഴിയുമ്പോ ഒന്നും മനസ്സിലൊതുക്കില്ല. പിന്നെ ഒരു കൂട്ടുണ്ട് പറയാൻ. എത്ര ബുദ്ധിമുട്ടിയാലും ഗോപിയായിട്ട് ഒരു ജോലി സംഘടിപ്പിക്കണം. അതെന്ത് ജോലി ആയിക്കോട്ടെ. ഒരു പിയൂന്റെ ജോലിയാണേലും എനിക്കിഷ്ട. ഒരു ജോലി ഉണ്ടെന്ന് പറയാലോ. ഞാൻ അന്വേഷിക്കാഞ്ഞിട്ടാ? ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല. എല്ലാം ഞാൻ ഇരട്ടക്കുളങ്ങര ഭഗവതിയോട് പറഞ്ഞിട്ടുണ്ട്. വലിയ വീട്ടിലെ പെൺകുട്ടിക്ക് വലിയ മോഹങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഭഗവതി കേട്ടെന്നും വരും. പക്ഷെ എന്റെ കാര്യത്തിൽ എല്ലാ ദൈവങ്ങളും കൈയൊഴിയ. ഗോപിയേട്ട അങ്ങനൊന്നും പറയണ്ട കേട്ടോ. അയ്യോ അച്ഛൻ. തരുന്ന പൊക്കോളൂ. നടന്നു. നീ എന്താ ഇവിടെ? പിന്നെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ആശുപത്രിയിൽ വന്ന് രോഗികളെ കാണാറുണ്ട്. നാളെ ഞാനൊരു വലിയ പണക്കാരനായി മാറുമ്പോ അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടിയാ. പിന്നെ ചില ദുഷ്ടന്മാരുണ്ട്, സ്വന്തക്കാരുടെ സ്വത്ത് അന്യായമായി കൈവശപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കും. ഒരു കൊളസ്ട്രോളോ ഡയബറ്റീസോ പ്രഷറോ വന്നാൽ മതി. വരട്ടെ അമ്മാവാ. ആരുടെ സൈക്കിള്? ഗോപിയേട്ടൻ കൊണ്ടുവന്ന് വെച്ചതാ. പുറകെ ആള് വരുമോ എന്തോ. നിങ്ങൾ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവനെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? അവന്റെ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും ആയിരിക്കും. ஒரு போலீஸ் ஆபீசர் என்ற முறையில நான் உங்ககிட்ட சில கேள்விகள் கேட்கிறேன். பாரிஸ்டர் சந்திரகாந்த், அன்பு பாசம் இதுக்கெல்லாம் உங்க டிக்ஷனரியில் என்ன மீனிங் எனக்கு தெரியாது. ஆனா ஒண்ணு மட்டும் சொல்றேன், உங்க மாதிரி அப்பா பசங்களை எல்லாம் தீர்த்து கட்டலன்னா என் பேர் இன்ஸ்பெக்டர் கோபிநாத மேனோன் அல்ல.
അച്ഛന് രജനീകാന്തിന്റെ സിനിമയൊന്നും കണ്ടിട്ടില്ലല്ലേ? ഇവിടെ അടുത്ത് ന്യൂ തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. ഡെയിലി 3 ഷോസ്, സൺഡേ 4 ഷോസ്. നല്ല ആക്ടിങ്, ജോളി ആയിരിക്കും. അപ്പുറത്തിരിക്കുന്ന സൈക്കിൾ ആരാടാ? അത് വാടകയ്ക്ക് എടുത്താണ് അച്ഛാ. എന്നിട്ടെന്താ തിരിച്ചു കൊടുക്കാത്തത്? അത് വാടക കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. എന്താ ഒരു ദിവസത്തെ വാടക? 6 രൂപയേ ഉള്ളൂ. എന്താ സൈക്കിൾ ഏജമാണോ? ദിവസം മുഴുവൻ സൈക്കിൾ പുറത്ത് സഞ്ചരിക്കാൻ? അല്ല അച്ഛാ, പുതിയ റിലീസ് പടങ്ങൾ കാണണമെങ്കിൽ സിറ്റിയിൽ പോയാലേ, ഇപ്പൊ ബസ്സിനൊക്കെ ചാർജ് കൂട്ടിയിരിക്കല്ലേ, ആ കാശ് കൂടെ ഉണ്ടെങ്കിൽ ഒരു പടം കൂടി കാണാൻ. വേഗം കൊണ്ട് കൊടുക്കാൻ നോക്ക്. അയ്യോ അച്ഛാ, ഇത് പോരാ. എന്താ? പിന്നെ 6 രൂപ ഒരു ദിവസത്തെ വാടകയാ. അത് കൊടുക്കാൻ ഇല്ലാഞ്ഞോണ്ടാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടിപ്പോ 4 ദിവസമായി. 4 ദിവസമോ? നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? കോശവൻ, 4 ദിവസത്തേക്ക് 64 രൂപ. അങ്ങനെയാണെങ്കിൽ ആ സൈക്കിൾ കൊടുക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഈ സൈക്കിൾ വിലക്ക് വാങ്ങിക്കാന്നോ? എന്നെ കൊണ്ടൊന്നും. എപ്പോ നോക്കിയാലും അച്ഛനും മോനും തമ്മിൽ കശപിശയാണല്ലോ. നിന്റെ മോൻ നിന്നെ പോലെ തന്നെ ബുദ്ധിമാനാ. നിങ്ങൾ ഇങ്ങനെ തർക്കിച്ച് നിൽക്കാതെ ആ കാശ് കൊടുത്തുവിട്. ഇല്ലെങ്കിൽ 24 48 ആവും. കണ്ട അച്ഛൻ എന്റെ കണ്ണ് തുറപ്പിച്ചു. ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഓ, ഇങ്ങനെ ഒരെണ്ണം. എന്റെ ഭഗവതി, ഇവന്റെ സ്വഭാവത്തിന് ഇനി എന്നാണാവോ ഒരു മാറ്റം ഉണ്ടാവുക? എവിടെ ആയിരുന്നടാ ഇത്രയും നാള്? ഒന്നും പറയണ്ടടാ. ഈ ഫിലിം റെപ്രസെന്റേറ്റീവിന്റെ പണി എന്ന് പറഞ്ഞ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇന്നൊരു സ്ഥലത്താണെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത്. നിന്റെ മുഖത്തെന്താടാ ഒരു പാട്? അതെ, പിന്നെ അങ്കമാലി വെച്ചൊരു അടി കിട്ടിയതാ. അവിടെ നിന്നും കിട്ടിയാ? പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ? എന്നോ ഒരു സുഖം ഉണ്ടായിരുന്നു. ഇത് പോലീസുകാരുടെ കയ്യിൽ നിന്ന്. എന്താ കാര്യം? കഴിഞ്ഞ ദിവസം ആ ബെൽറ്റ് മേരിയുടെ ഒരു പ്രിന്റുമായിട്ട് പോയതാ. ബിറ്റും ഉണ്ടായിരുന്നു. എന്ത് ബിറ്റ്? ഈ പടത്തിന്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലൂ ഫിലിമിന്റെ ബിറ്റ്. അയ്യേ. ഈ വൈജയന്തി IPS പോലുള്ള എന്തെങ്കിലും പോലീസ് കഥയായിരിക്കും എന്ന് കരുതിയാണ് SIയും ഫാമിലിയും കൂടെ ഷോ കാണാൻ വന്നത്. ആ ഓപ്പറേറ്റർ മുങ്ങുകയും ചെയ്തു. അയാളുടെ കൈ കിട്ടി തന്നെ. അപ്പൊ പിന്നെ അടി കൊണ്ടതിൽ യാതൊരു തെറ്റുമില്ല. ഓടാർന്നു. അമ്മ എന്തി? അമ്മേ, അടി കൊണ്ട് വീരൊന്നും അമ്മയടുത്ത് പറഞ്ഞ് ചളവാക്കല്ലേ. ആഹാ, ഇതാര് സാങ്കുട്ടിയോ? നിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ മോനെ. വാ. സമയം കിട്ടാഞ്ഞിട്ടാ. ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ അല്ലേ അമ്മേ? എന്റെ മോനെ, ഞാൻ നിന്നെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്താ അമ്മേ കാര്യം? നീ ഇവനും കൂടി എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്ക. ഇവിടെ നിന്ന് അച്ഛനും മോനും കൂടി നേരെ നോക്കിയ വഴക്കാ. ഈ ഫിലിം റെപ്രസെന്റേറ്റീവിന്റെ ജോലി എന്ന് പറഞ്ഞാ അത്ര വലിയ ജോലിയൊന്നും അല്ല. എന്നാ ജോലി അല്ലേന്ന് ചോദിച്ചാൽ ഭയങ്കര ജോലിയാ. നിന്ന് മുള്ളാൻ നേരം കിട്ടൂല. എന്തായാലും വേണ്ടില്ല, നീ ഇവനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ ശ്രമിക്കാമേ. അല്ല, ചായ ഉണ്ണിയപ്പൊന്നും ഇല്ലേ? ഇപ്പൊ കൊണ്ടുവരാ. അമ്മയുടെ മുമ്പിൽ ഒരു ഡീസന്റ് കള്ള. പിന്നെ എന്തൊക്കെ ഉണ്ട് പറടാ. എന്ത് പറയാൻ? എന്ത് ജോലിയാണെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാ മതി. ഞാൻ എന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഗ്യാപ്പ് സ്വാമിയോടൊന്ന് പറഞ്ഞു നോക്കാം. ഗ്യാപ്പ് സമയം? ഗ്യാപ്പ് എന്നൊക്കെ പറയുന്ന ഈ ഡിസ്ട്രിബ്യൂഷനിലെ ചില ടേമുകളാണ്. മെയിൻ പടങ്ങളുടെ കളക്ഷൻ കുറയുമ്പോൾ കിട്ടുന്ന ഗ്യാപ്പിൽ കളിക്കുന്ന ചെറിയ പടങ്ങളാണ് ഈ സ്വാമിയുടെ ഉള്ളത്. ഇപ്പോൾ ഉള്ളതൊക്കെ പഴയ പടങ്ങളാ. 1-2 പുതിയ പടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നോക്കാമായിരുന്നു. അതാ നല്ലത്. ഈ പഴയ പടങ്ങളൊക്കെ ഞാൻ കണ്ടതായിരിക്കും. പുതിയ പടങ്ങളാവുമ്പോ കാണാൻ നല്ല ഇൻട്രസ്റ്റ് കാണും. സമയം പോകുന്ന അറിയില്ല. അപ്പൊ നീ സിനിമ കാണാനാ വരുന്നത്, അല്ല ജോലിക്കല്ല? അല്ല, സിനിമയും കാണാൻ ജോലിയും ചെയ്യാം. പിന്നെ നീ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടർമാർ വഴിയൊക്കെ എനിക്ക് സിനിമയിൽ കയറി പറ്റുകയും ചെയ്യാം. ഞാനൊരു വലിയ സിനിമ നടനാവുമെന്നാണ് കൃഷ്ണക്കണിയാർ പറഞ്ഞിരിക്കുന്നത്. അത് കൃഷ്ണക്കണിയാർ പടം എടുക്കുമ്പോ. പിന്നെ ഒരു കാര്യം, നിനക്ക് കൂട്ടാനും കഴിക്കാനും ഒക്കെ അറിയാവോ? ഈ റെപ്രസെന്റേറ്റീവ് പണി എന്ന് പറയുമ്പോ DCR ഒക്കെ എഴുതണ്ട. ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്. അതൊക്കെ നീ എനിക്ക് വേണ്ടി എഴുതിക്കൊണ്ടാ മതി. നിന്നെ എനിക്ക് വിശ്വാസം തന്നെ. അതിനെ നിന്റെ മുറപ്പെണ്ണിനെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോവൂ? എടാ, അറം പറ്റുന്ന വർത്തമാനമൊന്നും പറയരുത്. എന്റെ കാര്യം പോട്ടെ, അവളുടെ ഗതി എന്താവും? അങ്ങനെയൊന്നും അവൾക്ക് പോകാൻ പറ്റില്ല. ഈ പെണ്ണിന്റെ മനസ്സാ എപ്പോഴാ മാറുന്നെന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഉടനെ എന്നെ വിളിച്ചോണ്ട് പോന്നേക്ക്. എങ്ങനെയാടാ ഒരു ജോലിയും തൊഴിലും ഒന്നും ഇല്ലാതെ? നാളെ രാവിലെ തന്നെ നമുക്ക് പോയി സ്വാമിയെ കാണാം. വായി നോക്കിയിരിക്കാതെ വാ, ഇവിടെ ഇറങ്ങണം. ഇങ്ങോട്ടോ. നമ്മൾ ആദ്യമായിട്ട് കമലാസന്റെ നീ പടം കണ്ടിട്ടുണ്ടോ? ഒറ്റ കുത്തിയാൻ വെച്ചിട്ട് നടന്നേ. ഇങ്ങോട്ട് വരാൻ നാരായണ, സ്വാമി വന്നില്ലേ? വന്നില്ല, ഇപ്പൊ വരും. ഇതാരാ ചേട്ടാ? ഇത് എന്റെ ഒരു കൂട്ടുകാരനാ. നീ പോയി 2 ചായ വാങ്ങിച്ചോണ്ടോ. ഇരിക്കേ. അതെ, ഈ സ്വാമി വന്നാൽ ഉടനെ നീ അങ്ങനെ കാലേ വീഴണം.
അത് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. കാലേ വീഴുകയോ കാല് വാരിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാം നീ പറഞ്ഞോലെ. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ കാര്യം ഇന്ന് തന്നെ നീ സമയം എടുത്ത് പറയണം. വേണ്ട, പിന്നെ മതി. എന്താ ഇപ്പൊ ധൃതി? പിന്നെ ആ പയ്യനെ വിട്ട് തറയൊക്കെ ഒന്ന് തുടപ്പിക്കണം. കാലേ വീഴാൻ നീ എന്റെ പണിയുടെ കളയോടാ ഗോപി. നീയും കാല് പിടിച്ചാണ് സമയം എടുത്ത് ജോലി വാങ്ങിച്ചത്. ആ കാല് പിടിക്കാതെ ജോലി ഇട്ടാനൊക്കെ വിഷമം. വേണമെങ്കിൽ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സ്വാമി. നീ എന്തോ കുന്തം. എടാ ഇത് സ്വാമിയല്ല, ഇത് ആ ഇടവനക്കാട് ആശാ തിയേറ്ററിലെ അച്ചായനാണ്. ഓഹോ, കാൽക്കിഴ് വീണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല ബെൽറ്റ് ബോംബും കൊണ്ടുവന്ന് എന്നെ കൊല്ലാനായിരിക്കും. നിങ്ങളൊക്കെ വന്നിട്ട് സ്വാമിയാണെന്ന് തെറ്റിദ്ധരിച്ചതാ. ഇവിടെ മൈഡിയർ കുട്ടിച്ചാത്തനുണ്ടോ? മൈഡിയർ കുട്ടിച്ചാത്തനൊന്നുമില്ല, മൈഡിയർ റോസി ഉണ്ട്. കുട്ടിച്ചാത്തന അവിടെ വല്ലയിടത്തും കാണും. അപ്പൊ ഞാനങ്ങോട്ട് പോവാ. അയ്യോ അജയ, കുട്ടിച്ചാത്തനേക്കാൾ റോസിയാണ് നല്ല വേണ്ടതേ. നീ എന്തായി കാണിച്ചത്? എന്നാ നീ ഇനി പറഞ്ഞിട്ടേ ഞാൻ കാല് വീഴും. എന്താ പോരെ? പറഞ്ഞിട്ടേ കാല് വീഴും. ഏത് സമയത്ത്? പുതുവസന്തം. നമസ്കാരം. എന്താടോ സാംസൺ, ഏതായി നരകോന്ത്? നരകോന്തനല്ല, ഗോപിനാഥൻ മേനോൻ. എന്റെ ഒരു കൂട്ടുകാരനാ. എന്താ പ്രശ്നം? അയ്യോ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ലെങ്കിൽ അയാളോട് പോകാൻ പറ. ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം ഉണ്ടെങ്കിൽ അയാളോട് നിക്കണ്ടാന്ന് പറ. അല്ല സ്വാമി, ഞങ്ങൾ ചെറുപ്പത്തിലെ ഒന്നിച്ച് കളിച്ചു വളർന്നതാ. ഓഹോ, അപ്പൊ തന്നെ പോലെ തന്നെ എഡ്യൂക്കേഷൻ കുറവായിരിക്കും അല്ലേ? അല്ല സ്വാമി, ഇവൻ അത്യാവശ്യം അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കും. സ്വാമി, ഇവനോട് ഒരു ജോലി കൊടുക്കണം. ജോലിയ? ഇവിടെയുള്ള പടങ്ങളൊക്കെ തനിക്ക് അറിഞ്ഞൂടെ? ഒരാഴ്ച തികച്ചും കളിക്കണ ഏതെങ്കിലും പടം ഉണ്ടോ ഇവിടെ? ഇല്ല. അങ്ങനെ കഷ്ടപ്പാടുകളും നരകയാതനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാവം സ്വാമിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ പുള്ളി സത്തിട്ട് തെണ്ടി നടക്കണ ഒരു മാരണത്തിനെ കൊണ്ടുവരാൻ ഞാൻ തന്നോട് എന്ത് ദ്രോഹാടോ ചെയ്തത് സാംസാ? അല്ല സ്വാമി, റെപ്രസെന്റേറ്റീവ് ജോലി തന്നെ വേണമെന്നൊന്നുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ ഒന്ന് കയറി പറ്റിയാൽ മതി. ഞാൻ ധാരാളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അരിമുല്ലയ്ക്കെതിരെ രോമാഞ്ചം, നീർമാത്രം പൂത്ത പ്രേതഭൂമി, ആരടാ തെണ്ടി, മിണ്ടലട പട്ടി, അങ്ങനെ ഒരുപാട് നാടകങ്ങളിൽ സ്വാമി. സ്വാമി തൽക്കാലം എന്റെ കൂടെ പ്രാക്ടീസിന് വിട്ടിട്ട് ജോലിയൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം സ്വാമി സ്ഥിരമായിട്ട് ജോലി കൊടുത്താൽ മതി. അതുവരെ അഭിനയിപ്പിച്ചാൽ മതി. മിണ്ടലടാ. അതെ സ്വാമി പ്ലീസ്. തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ തന്റെ ജോലി ഇയാൾക്ക് കൊടുക്കാം. 2 റെപ്രസെന്റേറ്റീവുമാർക്കുള്ള ജോലി തൽക്കാലം ഇവിടെ ഇല്ല. അയ്യോ അങ്ങനെ പറയരുത് സ്വാമി. വിവാഹപ്രായത്തിൽ നിൽക്കുന്ന 7 സഹോദരന്മാർക്കും 6 സഹോദരന്മാർക്കും കൂടിയുള്ള ഏക സഹോദരനാണ് സ്വാമി ഇത്. അങ്ങനെയാണെങ്കിൽ താൻ ഇയാളെയും കൂട്ടിക്കോ. പക്ഷെ തന്റെ പാർട്ടിയിൽ 2 പേരുടെയും ചെലവ് കഴിഞ്ഞോളണം. മതി, ധാരാളം മതി. എന്താ പോരെ? അതെന്ത് ന്യായമാണ് സ്വാമി? അത് മതി സ്വാമി. താൻ എന്താ അത് മതിന്ന് പറഞ്ഞത്? ഇവനൊരു ജോലി കിട്ടട്ടെ എന്ന് കരുതിയാ സ്വാമി. വേറെ ദുരുദ്ദേശമൊന്നുമില്ലല്ലോ നിനക്ക്? ദുരുദ്ദേശം? തിയേറ്ററുകാരുമായിട്ട് ഒത്തുചേർന്ന് എന്നെ പറ്റിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അന്ന് ഞാൻ നിന്റെ ചീട്ട് കീറും. അയ്യോ അങ്ങനെയൊന്നുമില്ല സ്വാമി. നാളെ മുതൽ തെന്നിയിൽ ഇക്കിളി കൂട്ടും പെണ്ണ് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. പെട്ടിയുമായിട്ട് ഇന്ന് എന്നെ പോയിക്കോ. ആദ്യത്തെ ഷോക്ക് എന്നെ ഇക്കിളി കൂട്ടണം. അതിനുള്ള ബിറ്റ് പെട്ടിയിലുണ്ട്. സൂക്ഷിച്ചു വേണം ഇക്കിളി കൂട്ടാൻ. പോലീസുകാർ പിടിച്ച തല്ലും കിട്ടും, കേസും ആവും. ബിറ്റ് പൊറിഞ്ഞ് ഇയാളുടെ അണ്ടർവെയറിന്റെ പോക്കലിട്ടോളൂ. ആരും കാണണ്ട. ശരി സ്വാമി. പിന്നെ താൻ ശരിക്കും ജോലി നോക്കി പഠിക്കണം. മിടുക്കനായി വളരണം. 2 പേരും വേഗം പോയി ഇക്കിളി കൂട്ടിക്കോളൂ. എവിടെ? ഡെന്നിയല്. സരിത ഒന്ന് വേറെറിയിക്കാൻ പോലും പറ്റിയില്ല. അവള് കത്ത് കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിലെ മരപ്പൊത്ത് വെക്കും. അതാ മരപ്പത്തിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ നിന്റെ അച്ഛനെ എഴുതിയാ മതി. പോടാ മരപ്പറ്റി. നീ ബിറ്റ് എവിടെ വെച്ച്? ഡ്രോയറിലുണ്ട്. പറ്റിയ സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുന്നു. വേഗം ഇറങ്ങി. വണ്ടി വിടില്ലേട്ടാ, മോളിൽ നിന്ന് ഒരു സാധനം ഇറക്കണം. നീ കയറിയ പെട്ടി ഇറക്കി. ഒരു പോലീസുകാരൻ. കുഴപ്പമാവോ? എന്ത് കുഴപ്പം? അശ്ലീല ഫിലിമിന്റെ നീ കിടന്ന് വിളിച്ചു പോയി കുളവാക്കാതെ കയറി പെട്ടി ഇറക്കടാ. ചൂടാവല്ലേട്ടാ, ഇപ്പൊ തന്നെ ഇറക്കും. സൂക്ഷിച്ചിറക്ക്. നോക്കി ഞാൻ പിടിക്കാം. ഇവിടെ ഓട്ടോ ഒന്നും കിട്ടൂല. ഇതിപ്പോ എങ്ങനെ അവിടെ വരെ ഒന്ന് എത്തിക്കുക?
1.5 കിലോമീറ്റർ പോണം. ഞാൻ വേണമെങ്കിൽ എടുത്തോളാം. ഇത്രയും ദൂരോ? നീ ഇങ്ങോട്ട് പിടിച്ചെന്ന് ഞാൻ തലയിൽ വെച്ചോളാം. ഇക്കിളി കൂട്ടുമ്പോഴാണെന്ന് കരുതി കനത്തിന് ഒരു കുറവുമില്ല. നിന്നെ കൊണ്ട് പെട്ടി ഒമ്പിക്കുന്നത് മോശമാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഇതുകൊണ്ട് രക്ഷപ്പെടും എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് സമ്മതിക്കുന്നത്. മനസ്സിലായോ? എടാ, ഇതുപോലെ പെട്ടി ചുമന്നും പോസ്റ്റ് ഒട്ടിച്ചൊക്കെ നടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ഇവിടെ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ളത്. എനിക്കോ അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. എങ്ങനെയെങ്കിലും എനിക്കൊരു സിനിമാ നടനായി കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഗജകേസരി യോഗം. ആ പടമാണ് ഇവിടെ അടുത്ത തിയേറ്ററിൽ നമുക്ക് ഓപ്പോസിഷൻ കളിക്കാൻ പോകുന്നത്. കളിയാക്കിയോ കളിയാക്കിയോ, കൃഷ്ണക്കണിയാർ എഴുതിയ ജാതകവാ. ഏതാ ഏട്ടാ പുതിയ പടം? ഇക്കിളി കൂട്ടും പെണ്ണ്. മമ്മൂട്ടി ഉണ്ടോ? മമ്മൂട്ടിയില്ല, കോടാലിയുണ്ട്. ഇക്കിളി കൂട്ടും പെണ്ണിലല്ലേ മമ്മൂട്ടി. അങ്ങനെ കേക്കണ്ട. ഒന്ന് പോ ചേട്ടാ. അതെ, സെക്കൻഡ് ഷോക്ക് വരായിരിക്കുന്നത്. നിന്റെ പുതിയ ലൈൻ വല്ലതും തന്നെ? ഏയ്, അങ്ങനൊന്നുമില്ല. ഞാനിവിടെ പടമായിട്ടൊന്ന് പരിചയപ്പെട്ടതാ. സംഗതി പെശകൊല്ലാണ്. അയ്യോ പാവം, എന്നോട് വലിയ ഇഷ്ടമാണ്. ഞാൻ വിളിച്ച പെണ്ണ് എന്തിനും തയ്യാറാ. പക്ഷെ നമുക്കും ഇല്ലേ പെങ്ങന്മാര്? പിന്നെ പിന്നെ നമ്മുടെ തടിയും നമ്മൾ നോക്കണമല്ലോ അല്ലേ? തിയേറ്റർ എത്താറായില്ലേ? നല്ല കനം അല്ലേ? ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട. എന്തെങ്കിലും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് ബാല്യം മുതൽക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. തലയ്ക്കകത്തൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പുറത്തെങ്കിലും എന്തെങ്കിലും ഉള്ളത് നല്ലതാ. അതെ അതെ, തലയ്ക്കകത്തും പുറത്തും ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം ഇതാ. നടക്ക്. ഇതെല്ലാം കുറുക്കന്റെ സന്തതികളാ. ഒരു രൂപയും തരും 10 രൂപ കോലം പോവും. ചാവങ്ങള് വലിയ കഷ്ടമാണ് എന്തായാലും. എടാ, ആ പിച്ചൊന്നും കൂടെ എടുത്ത് ഒന്നിട്ട് കൊടുക്കട്ടെ. ഈ കസാലയൊക്കെ തല്ലി പൊളിച്ചു. ഏത് പിറ്റാ വേണ്ടത്? ആ തെലുങ്ക് നാടിയില്ലേ വിജയമോഹിനി, അവളുടെ കുളി. ഇത് അവളുടെ തന്നെ. കരാത്ത് പെട്ടെന്ന് റീല് കേട്ടണം. കരാത്ത് റീല് കേട്ടിട്ട് ഓടിച്ചിട്ട് വേളം വെച്ച് കേട്ടില്ലേ? വിജയമോഹിന്റെ അമ്മന്റെ കുളി. ജനങ്ങൾക്ക് കുളി മതി, ചോറ് വേണ്ട. കണ്ടോട്ടെ, പയർ നിറയും കണ്ടോട്ടെ. ഇത് പിടിയടാ. ഓ, എവിടെ ഇതിന്റെ ഓട്ടാ? എന്താ ആക്കാൻ ഇവർ കുളിച്ചും കണ്ടാ പോരെ? എന്റെ സ്ഥല ഏതാണ്ട് സംഭവം മാറിപ്പോയി. ഇത് വിജയമോഹയുടെ കുളിശയിലല്ല, ഇത് കുമാരസമ്പത്തിന് മുറിച്ചെടുത്ത പിറ്റാണ്. അയ്യോ, ആശാനെ ബിറ്റ് മാറിപ്പോയി. കഴിഞ്ഞ ഇതൊക്കെ നോക്കി തരണ്ടേ ശവമേ. നാട്ടുകാരുടെ തല്ലി ഞാൻ കൊള്ളണ്. ഓഫിയാണ് സ്വിച്ച്, സ്വിച്ച് ഓഫ്. അയ്യോ, നോക്കടാ, നമ്മുടെ ഓർഡിനൻസ് എത്ര ഡീസന്റുള്ള പാർട്ടീസാ നോക്ക്. ആവശ്യമുള്ളത് കിട്ടിയപ്പോ ഒരു അനക്കൂല്ല. ചാപങ്ങള്. മാറ്റിനി ഇത്ര വേഗം കഴിഞ്ഞോ? മാറ്റിന് കഴിഞ്ഞൊന്നുമല്ല, വിറ്റ് കണ്ടു കഴിഞ്ഞപ്പോ ആളിറങ്ങി പോകുന്നതാ. വൃത്തിയേട്ടവന്മാര്. എന്നാ യോമാർക്ക് നല്ല സിനിമ കാണണം എന്നുള്ളതല്ല. എനിക്കും കൂടെ ഇന്ന് തന്നെ ബിറ്റ് കാണാനുള്ള ഏർപ്പാടുണ്ടാക്കി തരൂ. വൃത്തികെട്ടവാ. പാപ്പിച്ചേട്ടോ, എല്ലാ സാൻകുട്ടിയാ ഇക്കള് കൂട്ടും പെണ്ണെങ്ങനെയാ? പെണ്ണുകൊള്ളാം. പ്രിഞ്ചാ? പ്രിന്റ് കുഴപ്പമില്ല. എത്ര ബിറ്റുണ്ട്? ബിറ്റൊക്കെ കാണിക്കാൻ ആവശ്യത്തിന് തരാവടേ. എവിടെ കിട്ടി ഈ കോന്തപ്പനെ? കോന്തപ്പനല്ല, എന്റെ കൂട്ടുകാരനാ. റെപ്രസെന്റേറ്റീവ് പണി പഠിക്കാൻ കൂടിയിരിക്കാം. ഇവനാ?
ഇത് പാപ്പിച്ചേട്ടൻ ഓപ്പറേറ്റർ, ഇത് കൃഷ്ണൻകുട്ടി. ഹലോ. എടാടാ നീ ചുറ്റടാ. ഈ ചേട്ടനാണ് ബിറ്റ് ഓടിക്കുന്നത്. അല്ല, വേഷം കണ്ടപ്പോഴേ മനസ്സിലായി. ചേട്ടാ, ഞാൻ ഈ ദ്വാരത്തിൽ കൂടെ ഒന്ന് സിനിമ കണ്ടോട്ടെ. ദ്വാരത്തിൽ കൂടെ സിനിമ ഉണ്ടോ? പക്ഷെ അവിടെ ഇവിടെ നിന്ന് കയറി പിടിക്കില്ല കേട്ടാ. കണ്ട ഇത് തനി നാട്ടുമ്പോഴാണല്ലോ അതെ. മാപ്പിന് കഴിയാറായി. ഇതിൽ ആശ്രയില്ലാണ്ട് ഇപ്പൊ കഴിയും. നമ്മുടെ ആ ദാക്ഷാണിച്ചെടുത്ത മോളില്ലേ ലീല, അവളിപ്പോ വരാറില്ലേ? നമ്മളെ രാവണമൂസിലെ മത്തായി അവന്റെ കീപ്പ സുഖായി ഇരിക്കുന്നു. എന്താണ് ഇത് ചന്തല്ല കേട്ടാ. കൊണ്ടപ്പം പോ. എന്നാ ഞാൻ ഭക്ഷണക്ക് വരാം. നീ ഇങ്ങോട്ട് വന്ന ഞങ്ങളാ മാനേജർ ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ നീ കൊണ്ട് നടക്കാം. അയ്യ 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 അങ്ങനെ നക്കണ്ട കേട്ടാ. നല്ല ആളിന്റെ അടുത്താ പണി പഠിക്കാൻ വന്നിരിക്കുന്നേ. കൊമ്പനാനയുടെ അച്ഛന് അണ്ടർവെയർ ഇടിപ്പിക്കുന്നവനാ ഇവൻ. ചേട്ടൻ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ച് നോക്ക്. ഒരു ഇലക്ഷൻ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും. അത്രയ്ക്ക് നല്ല പേരാ എനിക്ക് അവിടെ. അല്ലടാ ഗോപി? പിന്നെ യവനേക്കാൾ എനിക്ക് നാട്ടിൽ ഭയങ്കര പേരാ. രണ്ടിനെയും കണ്ടിട്ട് പാച്ചുവും ഗോപാലിനും പോലെ ഉണ്ടല്ലോ. ഫോട്ടോ കാർഡ്സ് ഒന്നും കൊണ്ടുവന്നില്ലേ? ആ പെട്ടിക്കകത്തുണ്ട്. അതവിടെ വെച്ചോണ്ടിരിക്കുക. അതുകൊണ്ടൊന്നും ഇവിടെ തൂക്ക്, നാലാള് കാണട്ടെ. എന്താണ് ചായ കുടിക്കാൻ വരുന്നു? ഈ സമയത്ത് ആരെങ്കിലും ചായ കുടിക്കുവോ? എന്നാ ചായ അടിക്കാൻ നിന്റെ കാശുണ്ടോ? കാശ് ഇല്ല ഇല്ല. നീ വാടാടേ. ഞങ്ങൾ ആ ഫോട്ടോ കാർഡ്സ് എടുത്ത് തൂക്കട്ടെ. വാ. എന്താ പറയുന്നത്? വേണ്ട, ഈ നോട്ടുകളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ വന്നു. ഇതിലെന്തോ ഗുരുമാലുണ്ട്. നമുക്കിത് ഉടനെ ഇവിടെ നിന്ന് മാറ്റണം. പാപ്പിച്ചേട്ടനോ മറ്റാ കണ്ടാലോ? അമ്മമാര് ചായ കുടിച്ച് വരുന്നതിന് മുമ്പ് നമുക്ക് പെട്ടി ഇവിടെ മാറ്റണം. എങ്ങോട്ട് കൊണ്ടുപോകാനാ? ഈ തിയേറ്ററിന്റെ പുറയിൽ റെപ്രസെന്റേറ്റീവ്സും കിടക്കാനുള്ള ഒരു മുറിയുണ്ട്. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. തുറക്ക്. ഇത് ഒറിജിനൽ നോട്ടാണോ കള്ള നോട്ടാണോ? ഇത് ഒറിജിനലാ. കള്ളനോട്ടാണെങ്കിൽ എല്ലാം പുതിയതായിരിക്കും. ഇതെങ്ങനെ ഇതിന്റെ അകത്ത് വന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ പറയട്ടെ, ഇത് റിസർവ് ബാങ്കിൽ നിന്ന് ഏതെങ്കിലും ബാങ്കിലോട്ട് കൊണ്ടുപോകുന്ന വഴി പെട്ടി മാറിപ്പോയതായിരിക്കും. ഒന്ന് പോരാടുന്നു. റിസർവ് ബാങ്കിൽ ഫിലിം പെട്ടിക്കകത്തല്ലേ നോട്ട് കൊണ്ട് പോകുന്നത്? കൃഷ്ണക്കണിയാർ എഴുതി വെച്ച എത്ര ശരിയാ. എന്താ? എനിക്കിപ്പോ ശുക്രദശയാണെന്ന്. കൃഷ്ണക്കണിയാർ എഴുതി വെക്കാത്തൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് കണ്ടകശനിയാണെന്ന്. എടാ, ഇത് കള്ളപ്പണമായിരിക്കും. പെട്ടി മാറിപ്പോയതാകാനാണ് സാധ്യത. ആ ബസിന്റെ മുകളിൽ വേറെ വല്ല ഫിലിം പെട്ടി ഉണ്ടായിരുന്നോ? ശരിയാണ്, ആ ബസിന്റെ മുകളിൽ വേറൊരു ഫിലിം പെട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടി മാറി തന്നെ. നമ്മുടെ എക്ലിയൂട്ടും പെണ്ണ അവന്മാർക്ക് കിട്ടും. അപ്പൊ നാളെ ഇക്ലികൂട്ടും പെണ്ണെങ്ങനെ കളിക്കും? ഞാനാണെങ്കിൽ അത് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം. അല്ല, അവന്മാർ ഈ പെട്ടിക്ക് വേണ്ടി ഈ റൂട്ടിലുള്ള തിയേറ്ററുകൾ മുഴുവൻ കയറി ഇറങ്ങുന്നുണ്ടാവും. ഇവിടെയും വരാതിരിക്കില്ല. അയ്യോ, ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് പുറത്തിറങ്ങി അന്തരീക്ഷമൊക്കെ നോക്കിയിട്ട് വരാം. വാ. പണത്തിന്റെ ആൾക്കാരെന്ന് തോന്നുന്ന ആരും കാണുന്നില്ലല്ലോ. നിനക്കെന്താ ഇടി കൊള്ളാൻ ധൃതിയായി? ഇത് അവന്മാരാണോ എന്ന് എനിക്കൊരു സംശയം. എങ്കിലും അവന്മാരുടെ ഇക്ലികൂട്ടും പെണ്ണ് കണ്ടേ. നീ ഒന്നും മിണ്ടാ നിന്നേ. ഷോ തുടങ്ങിയിട്ട് അധികം നേരം ഇല്ല ഇല്ല, ഇപ്പൊ തുടങ്ങിയുള്ളൂ. ടെൻഷൻ സീനൊക്കെ കഴിഞ്ഞാണ്. വാ. ടെൻഷൻ മുഴുവൻ ബാക്കിയുള്ളവന്റെ നെഞ്ചിലാ. നമുക്കിനി ഇവിടെ നിൽക്കണ്ട. ഈ പടത്തിന്റെ റെപ്രസെന്റേറ്റീവ് അങ്ങനെ അങ്ങോട്ട് വന്നാ ആകെ കുഴപ്പമോ? വാ, നമുക്ക് അങ്ങോട്ടല്ല. അല്ലെങ്കിൽ നമുക്കിതും കൊണ്ട് മുങ്ങിയാലോ? ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. സമയം വൈകുന്തോറും പുലിവാലാണ്. അവർ ഇക്ലിയൂട്ടും പെണ്ണിന്റെ പ്രിന്റ് അന്വേഷിച്ചു തുടങ്ങും. ഈ ഫിലിം പെട്ടിയും കൊണ്ട് ഇവിടുന്ന് എങ്ങനെ മുങ്ങും? അതാണിപ്പോ. നീ
നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. നീ എവിടെ പോകും? എന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ കൂടെ വരാം. ഞാനൊരു ചാക്കോ സഞ്ചു എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. നേരെ ഇരുട്ടി കഴിഞ്ഞ് നമുക്ക് ഇത് മുഴുവൻ അതിൻ്റെ അകത്താക്കിയിട്ട് എങ്ങനെയെങ്കിലും പുറത്ത് കിടത്താം. എന്നാ ഒരു ലെതർ ബാഗ് സംഘടിപ്പിക്കുക. ഇത്രയും നോട്ടില്ലേ? കഥ അടച്ചോ. ഞാൻ വന്ന് 3 പ്രാവശ്യം മുട്ടിയിട്ട് തുറന്നാൽ മതി. അല്ല, അപ്പോ വേറെ ആരെങ്കിലും വന്ന് 3 പ്രാവശ്യം മുട്ടിയാലോ? എന്നാൽ ഞാൻ 4 പ്രാവശ്യം മുട്ടാ പോരെ? ആ, അത് മതി. 4 പ്രാവശ്യം ഒന്നും ഇക്കാലത്ത് ആരും മുട്ടാറില്ല. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. കടേ ഒരു തങ്കത്താരം ഇന്നും മായാനഗരിയിൽ ഒഴിയുന്നു മുത്തും പൊന്നും മന്ത്രപ്പുലരിയിൽ വരവായി രാജ പനിനീർ പൂർരോജ ഇതിലേ ഞൊറിമാടിയ പൊൻചിറകുള്ളൊരു തേരിൽ ആഹാ ജാലം ജാലം മോഹനാഗരം ഒരു തങ്കത്താരം ഇന്നും മായാനഗരിയിൽ ഒഴിയുന്നു മുത്തും പൊന്നും മന്ത്രപ്പുലരിയിൽ തരുണീ മനസ്സുകൾ ആരാധനയാൽ നിറയും ലഹരിയിലാറാടും നറുവെണ്ണയിലെ താമരനൂലായി അലിയാം പ്രണയിനി വന്നാലും സാഗര നീലിമ മിഴിയിൽ ചോടും സാഗര നീലിമ മിഴിയിൽ ചോടും മതിമുഖി വരുസഖിതാരേ കുമ്പുകുഴലമ്പാരി പഞ്ചാരി മേളങ്ങൾ പന്തലിടുമെമ്പാടും സന്തോഷക്കാലങ്ങൾ കോടി പതിമാർദിനം തേടി വരുമെങ്കിലും ഒരു നേരിയ പുഞ്ചിരിയേകിടുമെന്നാളും ഒരു തങ്കത്താരം ഇന്നും മായാനഗരിയിൽ ഒഴിയുന്നു മുത്തും പൊന്നും മന്ത്രപ്പുലരിയിൽ മന്നാധിമന്നൻ രാജാധിരാജൻ വീരാളിയിൽ വീരനായി തിരശീലകളിൽ ശൃംഗാരക്കാതൽ സംഗീത പൈതൽ യുവകോമള നായകൻ വിലസും പലനാൾ നാളെയുടെ പൂക്കാലം പന്താടും താരകമായി നാടിനൊരു നേതാവായി മാവേലിക്കാലടികൾ പിന്തുടരുമായിരം സുന്ദര വിഭാവനം തനിയായിടുമായതിനെന്തിനു സന്ദേഹം ഒരു തങ്കത്താരം ഇന്നും മായാനഗരിയിൽ ഒഴിയുന്നു
കത്തും പൊന്നും മന്ത്രപ്പുലരിയിൽ വരവായി രാജ പനിനീർ പൂരോജ ഇതിലേ ഞൊറിമാടിയ പൊൻചിറകുള്ളൊരു തേരിൽ ആഹാ ജാലം ജാലം മോഹസാഗരം ഒരു തങ്കത്താരം ഇന്നും മായാനഗരിയിൽ ലല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 
ആരാ? ഗോപിയോ? അതെ, കുന്നത്ത് തറവാട്ടിലെ ഗോപിനാഥ മേനോൻ. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഈ വീടിനും വസ്തുവിനും വേണ്ടി അമ്മാവനോട് കേസ് പറയുന്ന കുന്നത്ത് അച്യുത മേനോന്റെ മകൻ ഗോപി. ഇനിയും മനസ്സിലായില്ലെന്നുണ്ടോ? എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? അത് കൊള്ളാം, പുവർ മാൻ. എനിക്ക് അവകാശപ്പെട്ട എന്റെ മുറപ്പെണ്ണിനെ കൊണ്ടുപോകാൻ, നിങ്ങളുടെ മകളെ വെഞ്ചാമര തൊട്ടിലിട്ടാട്ടാനും പട്ടുമെത്തയിൽ കിടത്തി ഉറക്കാനും കഴിവുള്ളവനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വാടകയ്ക്കെടുത്ത വലിയൊരു കാറും നിന്റെ ഈ വേഷവും കണ്ട് നീ വലിയ പണക്കാരനായി ഞാൻ വിശ്വസിക്കണം. ഇറങ്ങി പോടാ. പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ തനിച്ചായിരിക്കില്ല പോകുന്നത്. പോകുമ്പോൾ എന്നോടൊപ്പം ഒരാൾ കൂടി ഉണ്ടാകും, എന്റെ സരിത. സരിതേ, നീ വരുന്നുണ്ടോ? നിന്റെ ഗോപിയത്താണ് വിളിക്കുന്നത്. ഒരു കാലി എയർ ബാഗ് കൂടെ എടുത്തോളൂ. ഞാനാണ് വിളിക്കുന്നത്. യു ഗെറ്റ് ഔട്ട്. അമ്മാവാ, ഞാൻ മറ്റൊരു രജനീകാന്താകും. എന്നാ ഞാൻ എവിടെയാണ്? നീ എന്താണ് തുറക്കാൻ ഇത്ര താമസിച്ചത്? അതെ, ഞാൻ സരിതയെ വിളിച്ചോണ്ട് അമ്മാവന്റെ വീട്ടില് ഫോറിൻ കാറിൽ പോയി എന്ന് ഒരു സ്വപ്നം കണ്ടു. പൈസ കൈ കിട്ടുന്നതിന് മുമ്പ് അവൻ സ്വപ്നം കണ്ട് തുടങ്ങി. ഈ പാണ്ടൻ ചാക്ക് എന്തിനാ? ഗോതമ്പ് കൊണ്ടുപോകാനാ? നീ അത് മുഴുവൻ ഇറക്കി ഇതിന്റെ അകത്ത് എടുത്തിട്ട്. വിലകളെ ആരാ മിണ്ടല്ലേ? അടക്കി പിടിക്ക്, പിന്നെ തുമ്മ. ഇപ്പൊ കളിക്കുന്ന പടത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് തോന്നുന്നു. അയാൾക്കൊരു സംശയം തോന്നി കാണും. സംശയം തോന്നിയാലും ഇല്ലെങ്കിലും അയാൾ ഇനി വരുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ നിർത്ത് മാറ്റണം. എങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുപോകാം. ഇപ്പൊ കൊണ്ടുപോയി എല്ലാവരും കാണും. നമുക്ക് ആ പുറയിലുള്ള കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച് വെക്കാം. സെക്കൻഡ് ഷോ കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് വന്നെടുത്തോണ്ട് പോവാം. ഞാൻ എടുത്തോളാം. വേണ്ട, നീ ആ പെട്ടി എടുത്തോ. അതെന്തിനാ? അത് ഇവിടെ വെക്കണ്ട, നമുക്ക് ഇവിടുന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും വെക്കാം. ആ പെട്ടി അവിടെ ഇവിടെ തട്ടി ഒച്ച ഉണ്ടാക്കരുത്. ഈ മൂത്രപ്പരക്ക് എന്തൊരു നാറ്റം. മൂത്രപ്പരക്ക് മൂത്രത്തിന്റെ നാറ്റം അല്ലാണ്ട് പിന്നെ പെർഫ്യൂമിന്റെ മണം ഉണ്ടാവും. ഇവ നമുക്കിവിടെ ഒളിപ്പിച്ചു വെക്കാം. ഇതങ്ങോട്ടങ്ങ് കള. ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോവോ? ഈ രാത്രി ഇനി ഇവിടെ ആര് വരാനാ? എന്നാലും സെക്കൻഡ് ഷോ കഴിയുന്നവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്താലോ? അത് വേണ്ട, ഇവിടെ ഈ പ്രേതമൊക്കെ ഉള്ള സ്ഥലമാണ്.
ചത്തു കഴിഞ്ഞ് പിന്നെ പണം കിട്ടിയിട്ട് എന്താ കാര്യം? എന്നാ പിന്നെ ഇത് കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് പറയണ്ടേ? എനിക്കാണെങ്കിൽ ഈ പ്രേതങ്ങളെ കാണുന്ന പോലും ഇഷ്ടമല്ല. അല്ല, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. അയ്യോ, ഇത്രയും നേരം നമ്മൾ എവിടെ പോകും? എനിക്ക് വല്ലാതെ വിശക്കുന്നു. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇവിടെ അടുത്ത് നല്ല തുണിക്കട വല്ലതും ഉണ്ടോ? നീ എന്നു പോലാണ് തുണിയെന്ന് തുടങ്ങിയത്? അതല്ല, എനിക്ക് രണ്ടുമൂന്ന് നല്ല ഷർട്ടും പാൻറ്റും എടുക്കാനാ. അങ്ങനെ നമ്മൾ ഇന്ന് തന്നെ പോവല്ലേ? നമുക്കൊന്ന് കറങ്ങിട്ട് വരാളിയാ. പൈസ ഉണ്ടായില്ല. Shootings and shootings from Zodiac. Dynamic, versatile, exquisite, fashionable, attractive. Zodiac. Zodiac men's wear. Zodiac. ആ ഷർട്ട് എനിക്ക് എങ്ങനെ ഉണ്ടാവും? ഇണങ്ങും. രണ്ടുപേർക്കും ഒരേ ഫേസ് കട്ടാണല്ലോ. പോടാ അവിടുന്ന്. അത്രയ്ക്ക് സൗന്ദര്യമൊന്നും എനിക്കില്ല. അയ്യടാ. അല്ലെങ്കിൽ ഒരു ജുബ്ബ വാങ്ങിയാലോ? അല്ല, ജുബ്ബക്ക് കലാകാരൻ. ഒരു 12 രൂപ കൂടുതലുണ്ട്. ശരി, ഞാൻ പിന്നെ ഒന്ന് വാങ്ങിച്ചോളാം. എടാ തെണ്ടി, ഇതെവിടെന്നാണ്? റിസർവ് ബാങ്കിൽ നിന്ന്. റിസർവ് ബാങ്കിൽ നിന്നാ? എടാ കള്ള, പെരുങ്കള്ള, നിന്നൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല. എത്ര എടുത്തടാ? ഒരു കെട്ട്. ഒരു കെട്ടാ? ഓ എടാ, ലക്ഷക്കണക്കിന് രൂപ ഇരിക്കുന്നത്. ഉണക്ക മീനും വെച്ച് പൂച്ച എത്ര നേരം പറഞ്ഞാൽ നോക്കിയിരിക്കുന്നത്. ആവശ്യത്തിനുള്ളതാ പണം. എന്നാ പിടിച്ചോ, 50-50. എന്നാലും നിനക്ക് എന്നോടൊന്നും പറഞ്ഞിട്ട് ചെയ്യാൻ ഞാൻ നിന്നെ പറ്റിക്കാനായിരുന്നെങ്കിൽ ഇത് കാണിക്കായിരുന്നാ പോരെ. എനിക്ക് വല്ലാത്ത വിശപ്പ്. നമുക്ക് വിശാലമായിട്ട് എന്തെങ്കിലും കഴിക്കണം. നല്ല ചിക്കൻ, മട്ടൻ, വത്സൻ, സുഖിയൻ, ബനാന, പൂരി, തന്തൂരി, ഫ്രൂട്ട് സാലഡ്, ജിഞ്ചർ ചിക്കൻ. കൊതിപ്പിക്കല്ലേ? വാ. ആ പെട്ടിയും എടുത്തുണ്ടോ? ഹലോ, മാനേജരോടെ പുറത്തു പോയിരിക്കും. ഇപ്പൊ വരും. ഇരിക്കും. ഒന്നും മതിയാക്കടാ. കുറെ നേരമായിരുന്നു വെട്ടി വിഴുങ്ങുന്നു. നിനക്കതൊക്കെ പറയാം. നീയൊക്കെ ദിവസം കഴിക്കുന്ന ഇതല്ലേ? എനിക്ക് എവിടുന്ന് കിട്ടാനാ? വീട്ടിൽ എല്ലാ ദിവസവും പുല്ലും വയ്ക്കോലുവാ. ചിലപ്പോ ഞാൻ വിചാരിക്കും വല്ല ക്രിസ്ത്യാനിയുമായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. എന്തിനാടാ? ഞായറാഴ്ചയെങ്കിലും ഇറച്ചി മീനും കഴിക്കാമല്ലോ. മതി മതി, വേഗം തീർക്ക് പോവാം. അത് കൈ കഴുകാനുള്ള ഫിംഗർ ബൗളാ. മണ്ടന്മാര്. ഈ നാരങ്ങ ഇതിനകത്ത് പിഴിഞ്ഞു വെച്ച് കുറച്ച് പഞ്ചാരയും കൂടെ ഇട്ടിരുന്നെങ്കിൽ നാരങ്ങ വെള്ളമായിട്ട് വിറ്റുകൂടായിരുന്നോ? എന്നാ കുടിക്ക്. എന്താ കള്ളനോട്ടാണോ? സംശയം ഉണ്ടെങ്കിൽ വേറെ നോട്ട് തരാം. അതിപ്പോ കുറെ കള്ളനോട്ട് ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ബാക്കിയുള്ളവന് നല്ല നോട്ടും കൊണ്ട് നടക്കാൻ വയ്യ. അല്ല സാറേ, കള്ളനോട്ടാണെന്ന് എന്തെങ്കിലും സംശയം തോന്നിയാ ഉടനെ പോലീസിൽ അറിയിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അതെ, അത് ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരന്റെ ചുമതലയാണ്. ഈ ബാക്കി 50 ദിവസം കൈവച്ചോ, മുതലാളി അറിയണ്ട. നമുക്ക് ടാക്സി വിളിച്ചിട്ട് വേണം പോവാൻ. ചാക്കിട്ട് കാണുമ്പോ ടാക്സിക്കാരന് സംശയം വല്ലതും തോന്നുന്നു. രാത്രി ഇതൊക്കെ അറിയാൻ പോവല്ലേ? നീ വാ തുറക്കാതിരുന്നാ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചോദിച്ചാ ചാക്കിനകത്ത് ചക്കപ്പഴോ വല്ലതും ആണെന്ന് പറയാല്ലേ? ചക്കപ്പഴോ തേങ്ങാക്കൊല്ലേ എന്തെങ്കിലും പറയാം. വാ, നിർത്ത്. ജീപ്പിലൊക്കെ വന്ന് ആൾക്കാർ സിനിമ കാണാൻ തുടങ്ങി. അവിടെ ഒരു മിനിറ്റ്, ഞങ്ങളിപ്പോ വരാം. നമ്മുടെ ഫിലിം പെട്ടി. അവര് വരുന്നു. പിടിയവരെ. എന്റെ കാല് പോയേ. അയ്യോ,
കനകതാരമേ ഉണരൂ മദനയാമമായി മധുരയാമിനി വീണ്ടും പ്രേമലോലയായി മദകരതാളം തേടി മൗനം പൂക്കുമീ രംഗവേദിയിൽ പകർന്നാടാൻ വലം കൈയിൽ നിലാമധുവും ഇടം കൈയിൽ മുകിൽ തുടിയും അണിഞ്ഞണയും കനകതാരമേ ഉണരൂ മദനയാമമായി മധുരയാമിനി വീണ്ടും പ്രേമലോലയായി നിറയുന്നു ജീവനിൽ പടരുന്നു മേളം കേൾക്കാത്ത രാഗം നിറയുന്നു ജീവനിൽ പടരുന്നു മേളം മോഹമായി ഏതോ മണിവീണയിൽ സ്വരവീചികൾ പ്രണയാർദ്രമായി ആരോ മൃദു തന്ത്രിയിൽ കഴുകുന്നൊരു നിമിഷം മൗനം പൂക്കുമീ രംഗവേദിയിൽ വലം കൈയിൽ നിലാമധുവും ഇടം കൈയിൽ മുകിൽ തൊടിയും അണിഞ്ഞണയും കനകതാരമേ ഉണരൂ മദനയാമമായി മധുരയാമിനി വീണ്ടും പ്രേമലോലയായി തീരാത്ത ദാഹം പതയുന്നു നെഞ്ചിലായി തുടരുന്നു മേളം കനവിലും തീരാത്ത ദാഹം പതയുന്നു നെഞ്ചിലായി തുടരുന്ന മേളം കനവിലും ഇന്നൻ പൊൻവേണുവിൽ ലയ പല്ലവം മുകരാൻ വരൂ നിറയും കളഗീതിയിൽ പദതാളമായി പതിയൂ മൗനം പൂക്കുമീ രംഗവേദിയിൽ വലം കൈയിൽ നിലാമധുവും ഇടം കൈയിൽ മുകിൽ തുടിയും അണിഞ്ഞണയും കനകതാരമേ ഉണരൂ മദനയാമമായി മധുരയാമിനി വീണ്ടും പ്രേമലോലയായി മദകരതാളം തേടിയൻ മൗനം പൂക്കുമീ രംഗവേദി പകർന്നാടാ വലം കൈയിൽ നിലാമധുവും ഇടം കൈയിൽ മുകിൽ തുടിയും അണിഞ്ഞണയും കനകതാരമേ ഉണരൂ മദനയാമമായി മധുരയാമിനി വീണ്ടും പ്രേമലോലയായി
ബേറർ സോഡ ചോദിച്ചിട്ട് എത്ര നേരമായി? ഞാൻ ബേറല്ല, പിന്നെ താനാരാ? ഗോപിനാഥ മേനോൻ. ഗോപിനാഥ മേനോൻ. ഓ, ധാരാളം കേട്ടിട്ടുണ്ട്. വരണം വരണം, ഇരിക്കണം. കമോൺ ജോയിൻ us. നമ്മളൊക്കെ മേനന്മാരാ. ഇവിടെ ഇരിക്കേ. ആ കുപ്പിയും കിടക്ക്. ഒരു പെഗ് വീണം മിസ്റ്റർ ഗോപിനാഥ മേനോൻ. വി ആർ ഓൾ മേനോൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേനോനാണ് ഞാൻ. ആടിക്ക് മേനോനെ? ഞാൻ കഴിക്കാറില്ല. നോനോ, ഇന്ന് മേനന്മാരെ കുടിക്കുന്ന ദിവസാ. അതുകൊണ്ട് ഈ മേനോനും കുടിക്കണം. വേണ്ടായിരുന്നു. നല്ല രുചി. പ്ലീസ്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. എന്നെ ഫോളോ ചെയ്യുന്നൊരു ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാ. അവരാണ്. നിങ്ങൾ ഡോർ തുറന്നു കൊടുത്ത് അവരെന്നെ കണ്ടാൽ കൊന്നുകളയും. എന്റെ ജീവൻ ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ്. പ്ലീസ്, എന്നെ വിശ്വസിക്കും. അതെ, എന്താ? നമുക്ക് നാളെ സംസാരിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ജോസൂട്ടിയുടെ സിസ്റ്റർ അല്ലേ? ഞാൻ ജോസൂട്ടിയുടെ ഫ്രണ്ടാ, സാംസൺ. ഞാനിപ്പോ വരാം. അല്ല, ഇതിന്റെ കാശ് ഞാൻ കൊടുക്കാം. നോനോ, മേനോ ഞങ്ങൾ ഗസ്റ്റാ. അത് പറ്റില്ല. നിങ്ങളെല്ലാം എന്റെ ചീഫ് ഗസ്റ്റാ. പൈസ ഞാൻ കൊടുക്കും. നിങ്ങൾ വിചാരിച്ചാണ് ഈ ചിന്ന ഗോപിനാഥ മേനോന്റെ അടുത്ത് പൈസ ഉണ്ടാവില്ലെന്ന്. പൈസ എനിക്കൊരു പ്രശ്നമല്ല. ക്യാഷ് പ്ലന്റി, ബണ്ടിൽ മണി പോക്കറ്റ്. ഞാനും ജോസൂട്ടിയും ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന. ഇപ്പൊ ഞാനൊരു ഊരാക്കുടിക്കപ്പെട്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ എന്റെ കയ്യിലുണ്ട്. പണം വയ്ക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ചാക്കി കെട്ടിയാ ഞാൻ വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഫിലിം ബോക്സിനെ വിശ്വസിക്കാനേ പാടില്ല. അതിനകത്ത് നിറയെ കാശ് കാണും. ഐ ആം വെരി വെരി കുന്നത്ത് ഹൗസ് ഫാമിലി. 1 father, 1 mother, 1 sister. We are all brothers. India is my country. All Indians are my brothers and sisters. Twinkle, twinkle, little star. Oh, I wonder what you are. അപ്പോഴാണ് പെട്ടി അന്വേഷിച്ച് ആ ഗ്യാങ് തിയേറ്ററിൽ എത്തിയത്. അവരിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഞാൻ ഇവിടെ കയറിയത്. അപ്പൊ ഗോപി? അവൻ ഇവിടെ തന്നെ വേറെ എവിടെയോ ഉണ്ട്. ആ പണം ഇന്ന് രാത്രി തന്നെ അവിടെ നിന്ന് എടുക്കണം. സൂസൻ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എങ്ങനെ?
പ്രൈവറ്റ് കാറോ വാനോ അറേഞ്ച് ചെയ്ത് തന്നാൽ മതി, ഡ്രൈവർ ഇല്ലാതെ. വേഗം ഇറങ്ങ്. നീ എന്താ ഇങ്ങനെ ധൃതി കൂട്ടണേ? ഒറ്റ താങ്ങാൻ പറ്റുന്നല്ല. ഈ വാൻ ഒപ്പിക്കാൻ ഞാൻ പെട്ട പാടുമല്ലെന്ന് നിനക്കറിയാവോ? എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് രക്ഷപ്പെടാനുള്ളതിന് വെള്ളം അടിച്ച് പൂസ. ഞാൻ കുടിച്ചല്ല, അവന്മാർ എന്നെ കുടിപ്പിച്ചതാ. നീ എന്താ ഇങ്ങനെയൊക്കെ അത് പറയണേ? ഇറങ്ങ്. ഞാൻ ഫിറ്റല്ല, ഞാൻ ഫിറ്റല്ല സംസർ. നീ എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതല്ല എന്നായിരിക്കും? അവിടെ വല്ല പാമ്പുണ്ടാവും. പേടിക്കണ്ട, ഏഴ് എന്നെ ഒന്നും ചെയ്യില്ല. ഒന്ന് പെട്ടെന്നാട്ടെ, യക്ഷയും പ്രേതമൊക്കെ ഉള്ള സ്ഥലമാ. യക്ഷോ മാറണോ ആരും വന്നാലും ഞാൻ മാനേജ് ചെയ്തോളാം. നീ ധൈര്യമായിട്ടിരിക്കേ. ഒന്ന് വേഗം വാ. ഇതാണ് കുടിക്കരുതെന്ന് ഡോക്ടേഴ്സ് പറയണത്. കുടിച്ചാ സ്റ്റാമിന പോകും. ഏയ്, പിന്നെ അങ്ങോട്ട് വാ, പോട്ടെ. എൻ്റെ- അല്ല, അയ്യോ, നമ്മൾ പണം വെച്ചിരുന്ന ചാക്ക് മാറിപ്പോയോ? കൊള്ളാം, നിങ്ങൾ രണ്ടാളും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഒരു കൊല നടത്തിയിട്ട് ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാണല്ലേ തന്ത്രപൂർവ്വം ഇങ്ങോട്ട് ഓടി കയറിയത്? അയ്യോ, അങ്ങനെയല്ല. ഞങ്ങൾക്കിതൊന്നും അറിയില്ല. ഞങ്ങൾ ചാക്കി കെട്ടി വെച്ചിരുന്ന പണമാണെന്ന് കരുതിയാണ് ഇതിവിടെ കൊണ്ടുവന്നത്. മതി, ഇനി ഒന്നും പറയണമെന്നില്ല. എന്റെ ചേട്ടന്റെ സ്നേഹിതനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിച്ചത്. എന്നെ കുരുക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഹലോ, പോലീസ് സ്റ്റേഷൻ. പ്ലീസ്, പോലീസിൽ അറിയിക്കരുത്. ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കും. എന്താണ് നടന്നതെന്ന് സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. ചാക്കിലിരുന്ന് പണം എടുക്കാൻ വേണ്ടി വേറെ ആരോ ചെയ്ത കൊലപാതകമാണിത്. ഞങ്ങൾ പറയുന്നത് സത്യമാണ് സിസ്റ്റർ. ഇല്ല, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ എന്നെ ശരിക്കും ട്രാപ്പിലാക്കിയായിരുന്നു. ഡെഡ് ബോഡി ഇപ്പോൾ എന്റെ മുറിയിലാണ് ഇരിക്കുന്നത്. ആരെങ്കിലും വന്നത് കണ്ടാൽ കുറ്റം എന്റെ പേരിലാവും. സൂസൻ ഒരു അപകടം വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഈ ഡെഡ് ബോഡി ഉടനെ ഞങ്ങൾ ഇവിടുന്ന് മാറ്റിയേക്കാം. ഈ ചാക്കിൽ തന്നെ ബോഡി കൊണ്ടുവന്ന അപകടമല്ലേ? പിന്നെ എന്ത് ചെയ്യും? ആരാന്ന് നോക്ക്. ഞങ്ങൾ ബാത്റൂമിൽ നിൽക്കാം. അപ്പൊ ഇത് പിടിക്കും. താനെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്ന്? എന്റെ റൂമിനേക്കാൾ സൗകര്യം ഇവിടെയാണ്. മറ്റാരും അറിയില്ല. തന്നെ കണ്ട അന്നു മുതൽ എന്റെ മനസ്സിലുള്ളൊരു മോഹമാണ്. അത് താൻ സാധിച്ചു തരണം. സാർ പോണം, പ്ലീസ്. സാർ, പ്ലീസ്.
തുടങ്ങിയത് ഈ ശല്യം. എന്തൊരു കഷ്ടകാലമാണിത്. സൂസൻ ഇനി ഇവിടെ നിൽക്കണ്ട. ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപകടം. നമുക്ക് എത്ര ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഈ ബോഡിയും കൊണ്ട് നമ്മൾ എങ്ങോട്ടാ? നമുക്കിതാ കുറ്റിക്കാട്ടി തന്നെ കൊണ്ടുപോയിടല്ലേ? അതാ ബുദ്ധി. ബോഡി കിടന്ന സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിക്കോട്ടെ. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ വേഗം വിട. പല പോലീസുകാരും പിടിച്ചെടുത്ത് ചെക്ക് ചെയ്താൽ നമ്മൾ കുടുങ്ങിയത് തന്നെ. നീ മനുഷ്യനെ പേടിപ്പിക്കാതിരിക്കും. ഇവിടെ ഓർത്തിട്ട് കയ്യും കാലം മറിക്കുന്നു. എന്താ? യൂറിനേറ്റ് ചെയ്യണം. ആ പെണ്ണിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നത് വലിയ മണ്ടത്തരമായി പോയി. ഒരു ജീവപര്യന്തത്തിനുള്ള വകുപ്പ് ആ സൂട്ട് കേസിലുള്ളത്. അടുത്ത ജീവപര്യന്തം കൂടെ കയറിയിരിക്കുന്നത്. 2 ജീവപര്യന്തവും കൂടെ ഒന്നിച്ചങ്ങ് അനുഭവിച്ചാൽ മതി. എടാ, ആപത്ത് സമയത്ത് ആ പെണ്ണ് എന്നെ സഹായിച്ചത്. അവൾക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ സഹായിക്കണമെന്നാ. നീങ്ങൊന്ന് വണ്ടി കയറി. ആ മാനേജർ ചത്ത് കാണുമല്ലേ? ചെറിയ കത്തിയായതുകൊണ്ട് ചാകത്തൊന്നുമില്ല. ആ ലാർജ് ഇൻഡസ്ട്രിയിൽ ആമാശ അത് കുഴപ്പമൊന്നും ഉണ്ടാകില്ല അല്ലേ? കഴിവേറിന മക്കളെ, നീ എല്ലാം എന്നെ തല്ലിക്കൊന്ന് ചാക്കി കയറ്റിയല്ലേ? ഞാൻ ചത്തെന്ന് വിചാരിച്ചോ? ഇനി വെട്ടുകൊണ്ടാലും ചാകാത്തവനാണ് ഈ പാപ്പി. എന്താടാ? പാപ്പച്ചേട്ടൻ ആ സൂട്ട് കേസിനകത്ത് ഇറങ്ങി വന്ന് എന്റെ കാഴ്ച കയറി പിടിച്ചു. എന്ന് ഞാൻ സ്വപ്നം കണ്ടു. മനുഷ്യനെ പേടിപ്പിച്ചോളങ്ങല്ല. ഞാൻ പേടിച്ചു. ഒരു പെട്ടി കുന്നംകുളത്ത് സുലൈമാന്റെ വീട്ടിൽ എത്തിക്കണം. ഇബ്രാൻകുട്ടി അയച്ചാൽ മതി. അവനല്ലേ കഴിഞ്ഞാണ് കൊണ്ടുപോയത്? അതേ മുതലാളി. 2 പെട്ടി മലപ്പുറത്തേക്കല്ലേ? അതെ. റാംജിഭായ് പട്ടേൽ വിളിച്ച് ഫോൺ താഴെ വെച്ചു. 4 മണിക്ക് മുമ്പ് ചാവക്കാട് പാർട്ടിക്ക് പണം കൊടുത്തിരിക്കണമെന്ന്. നേരം വിളിക്കുന്നതുവരെ സിറ്റി മുഴുവൻ ഞങ്ങൾ തപ്പിയതാ മുതലാളി. ആ പെട്ടിയിലെ അഡ്രസ് നോക്കി ഫിലിംകമ്പനി ചെന്നാൽ അവന്മാരെ വീട് ഇട്ട് പിടിക്കാം. സുന്ദരേശനെയും കൂട്ടിക്കോ. വേഗം റെഡിയാവും. നമുക്ക് ആകാംക്ഷ ഫിലിംസ് വരെ പോണം. എന്താണ് മാമൻ കുഴൽപ്പണം പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഫിലിം കമ്പനി വാങ്ങാൻ പോണം? 40 ലക്ഷവുമായി കടന്നു കളഞ്ഞവര് ആകാംക്ഷ ഫിലിംസിലെ ജോലിക്കാരാണെന്ന്. എന്നാ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്ക്. ഞാനിവിടെ ഒന്ന് എഴുന്നേക്കട്ടെ. ഞാനിപ്പോ സർട്ടിഫിക്കറ്റിലാണ്. എന്താ? ഈ തിയേറ്ററിലെ ഓപ്പറേറ്റർ ആയിരുന്നു പാപ്പിച്ചേട്ടൻ. ഗോപി, നമ്മൾ ഒരു പ്ലാനും നടക്കുമെന്ന് തോന്നില്ല. നേരെ വെളുത്ത് റോഡിൽ ആളുകൾ വന്നു തുടങ്ങി. പിന്നെ എത്ര നേരം ഈ ബോഡി ആയിട്ട് ഇങ്ങനെ നമ്മൾ? അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ എന്നെ കണ്ട അമിതാഭ് ബച്ചന്റെ ഒരു കട്ടില്ലേ? ഉച്ചമുതലാളി വേഗം വാ. ഓക്കെ. എന്താ ഇത്? നീ ഇതുവരെ പോയില്ലേ? മാമൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ മാമന് ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കും. ഞാൻ വേണം എല്ലാം സോൾവ് ചെയ്യാൻ. ഇപ്പോഴെങ്കിലും മാമിക്ക് എന്റെ ക്രെഡിറ്റ് മനസ്സിലായില്ലേ? പുന്നാരം പറയാതെ വേഗം പോവാൻ നോക്ക്. ഓക്കെ. നിങ്ങൾ വരണ്ട. നിങ്ങളെ കണ്ട ചിലപ്പോ അവന്മാർ മുങ്ങിക്കളയും. ഞാൻ പോയിട്ട് വരാം. ഇവിടെ നിൽക്കാൻ പേടിയുണ്ടെങ്കിൽ ജീപ്പിനുള്ളിൽ കയറി ഇരുന്നോളൂ. ഓക്കെ? അതെ. ഉത്കണ്ഠ ഫിലിംസിന്റെ ഓഫീസ് ഏതാ? ഉത്കണ്ഠ ഫിലിംസോ? അങ്ങനെ ഒരു ഓഫീസ് ഇവിടെ ഇല്ലല്ലോ. ഉണ്ടെന്നെ. ഉത്കണ്ഠ. മനസ്സിലായി? ഉത്കണ്ഠയില്ല, ആകാംക്ഷ ഫിലിംസ് ഉണ്ട്. അത് തന്നെയാണോ ഞാൻ ചോദിച്ചത്? നിങ്ങൾ ചോദിച്ചത് ഉത്കണ്ഠ ഫിലിംസ് അല്ലേ? ഉത്കണ്ഠ ആകാംക്ഷ തമ്മിൽ എന്താണോ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെ.
ടീനേജിലും എന്റെ പ്രായക്കാരുടെ പ്രേമം കൊള്ളാം. നിങ്ങളാരാ? നമ്മളാരാണാവോ? ഈ ഇക്കിളി കൂട്ടും പെണ്ണ് ഇക്കിളി കൂട്ടും പെണ്ണ് ഈ അല്ല, എ ആണ്. അഡൽസ് ഓൺലി. അവള് ധാരാളം ഇക്കിളി കൂട്ടുണ്ട്. ഇനി അധിക നാൾ ഇക്കിളി കൂട്ടൂല. തന്നെ ഇക്കിളി കൂട്ടും പെണ്ണുമായി പോയാ ആ 2 റെപ്രസെന്റേറ്റീവുമാരെവിടെ? അവരവിടെ പെട്ടിയുമായി പോയിരിക്കല്ലേ. 2 ദിവസം കഴിയുമ്പോ വരും. എന്താ കാര്യം? ഏത് തിയേറ്ററിൽ നിന്നാ? ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന്. അവന്മാർ വരുമ്പോ ഞാൻ വന്നെന്ന് പറഞ്ഞേര്. ആര് വന്നെന്ന് പറയണം. സുന്ദരേശൻ. സുന്ദരേശനോ? അതെ, കാണാൻ നല്ല സുന്ദരനായ ഒരാളാണെന്ന് പറഞ്ഞാൽ മതി. പോലീസ് ചെക്കിങ്. വണ്ടി വേഗം റിവേഴ്സ് എടുക്ക. ഒരു മിനിറ്റ്, എന്താ പ്രശ്നം? കള്ളക്കടത്തുമായി ഒരു കാർ ഇതുവരെ വരുന്നുണ്ടെന്ന് പോലീസിന് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ചെക്കിങ് നടക്കുക. നമ്മളിപ്പോ എന്താ ചെയ്യാ? സകല ദൈവങ്ങളെ നീ വിളിച്ചു. ഞാൻ ഒരു ചെറിയ കളി കളിച്ചു നോക്കാൻ പോവാ. അയ്യോ, നീ എന്ത് ചെയ്യാൻ പോവാ? അതൊന്നും നീ അറിയണ്ട. അല്പ ഗ്യാപ്പ് കിട്ടിയ നീ വണ്ടി എടുത്തോണം. നമുക്ക് വൈകുന്നേരം ചേരി വെച്ച് കാണാം. ബോബി, ഞാൻ പറയുന്നു. ഒന്നും പേടിക്കണം, വണ്ടി എടുത്തോ. ഒരു ഉപകാരം ചെയ്യണം സാർ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ആ പോലീസുകാരുടെ മുമ്പിൽ ഒരു കള്ളക്കടത്തുകാരനായിട്ട് അഭിനയിക്കണം. വേറെ ഒന്നുമല്ല, എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് കൊലപാതക കേസിൽ കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാ. വാട്ട് യു മീൻ സാർ? പ്ലീസ്, എന്റെ സുഹൃത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാലുടൻ നിങ്ങൾ കള്ളക്കടത്തുകാരനല്ല എന്നുള്ളത് നമുക്ക് 2 പേർ കൂടെ ചേർന്ന് പോലീസിനെ ബോധ്യപ്പെടുത്താം. അതിന് വേറെ പ്ലാൻ എന്റെ കയ്യിലുണ്ട്. എന്താ മിസ്റ്റർ, ആളെ കളിയാക്കാണ്? സാർ പ്ലീസ്, സാറിന് ഇതേപോലെ ഏതെങ്കിലും കൊലപാതക കേസിൽ വന്ന് അകപ്പെടുമ്പോ ഞാനും വന്ന് രക്ഷിക്കാം. ഇറക്കാൻ സാർ, ഇവൻ കള്ളക്കടത്തുകാരനാണ് സാർ. ഇവൻ ഇന്റർനാഷണൽ സ്മഗ്ലറാണ്. സാർ, കള്ളക്കടത്ത് സാറിന്റെ വണ്ടിയിലുണ്ട്. ഇവൻ രാജാവിന്റെ മകനാണ്. സാർ, പിടിച്ചോളൂ. ഓടിയോട്ടെ, ഓടിയോട്ടെ. സ്റ്റഫാണ് സാർ. വെൽ ഡൺ മിസ്റ്റർ ഗോപിനാഥ മേനോൻ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ആണ് പുള്ളിയെന്ന്? സാർ, അതൊരു അബദ്ധത്തില് അല്ല, കുഞ്ഞുനാൾ മുതലേ എനിക്ക് കള്ളക്കടത്തുകാരെ മനസ്സ് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. ഇയാളെ പിടിച്ച് ജീപ്പേ കയറ്റു. സാർ, മിസ്റ്റർ ഡിസിൽവയുടെ ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാൻ ഇത് ഹെൽപ്പായിരിക്കും. മിസ്റ്റർ ഗോപിയെ കൂടി വിറ്റ്നസ് ആക്കി എടുത്താൽ. ദാറ്റ്സ് റൈറ്റ്. സാർ, അയാളെ കാണാനില്ലേ? ഹലോ. ഗോപിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ നമ്മളാകെ കുടുങ്ങിയനെ. പോലീസ് ഗോപിയെ ചോദ്യം ചെയ്താലോ? എനിക്കും അതാ ഇപ്പൊ പേടി. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേണ്ട. ഒരു ചായയെങ്കിലും? ഒന്നും വേണ്ട. ആകെ ബുദ്ധിമുട്ടായല്ലേ? എനിക്കോ? ഞാൻ കാരണം നിങ്ങൾക്കല്ലേ കൂടുതൽ ബുദ്ധിമുട്ടായത്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ ഡെഡ് ബോഡിയുമായിട്ട് ഈ വാനിൽ ഇങ്ങനെ കറങ്ങുന്ന അപകടം. നമുക്ക് എവിടെയെങ്കിലും റൂം എടുത്തൊന്ന് ഫ്രഷ് ആയാലോ? അപ്പൊ ഇത് നമുക്കിത് വണ്ടിക്കകത്ത് വെച്ച് ലോക്ക് ചെയ്യാം. ആ ഹോട്ടൽ മാനേജറുടെ കാര്യം ആലോചിക്കുമ്പോഴാ. ഏയ്, മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് അന്വേഷിക്കാം.
ഒരു ഡബിൾ റൂം വേണമായിരുന്നു. ഇത് വൈഫാണോ? കണ്ടറിഞ്ഞൂടെ? സോറി, സാറ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചിട്ടൊക്കെ കൊടുത്താൽ മതി എന്നാ. വർഗീസ്, ആ 250 ഒന്ന് റെഡിയാക്കി കൊടുക്ക. അഡ്വാൻസ് വെച്ചോ. സാറേ, കുടിക്കാൻ ചായ കാപ്പിയോ ഹാർലിക്സ് എന്തെങ്കിലും? ഒന്നും വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഇരിക്കെ ഇരിക്കെ. സൂസന് വേറൊന്നും തോന്നരുത്. വൈഫാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവർ റൂം തരില്ല. അതുകൊണ്ടാ. ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. ജോസൂട്ടി മരിക്കുമ്പോ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ക്യാമ്പിന് പോയിരിക്കായിരുന്നു. കാർ അപകടത്തെ പറ്റി പേപ്പറിൽ വായിച്ചു, പക്ഷെ മരിച്ച ജോസൂട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സൂസൻ കരയാതിരിക്കും. നഷ്ടപ്പെട്ടതൊന്നും കരഞ്ഞതുകൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ. ജോസൂട്ടിയുടെ പെങ്ങളൊരു ഹോട്ടലിലെ പാട്ടുകാരിയായത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സൂസൻ എങ്ങനെയാ അവിടെ എത്തിയത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിധി. സംഗീതം പഠിച്ചതുകൊണ്ട് ഗാനമേള ട്രൂപ്പിൽ ഞാൻ പാടാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആന്റിയുടെ ബ്രദർ അലക്സ് വീട്ടിൽ വന്നത്. ഇവിടത്തെ ലോക്കൽ ക്ലബ്ബുകാരുടെ ഗാനമേളകൾ പാടാൻ പോയാൽ ആരറിയാനാ? കാശും കിട്ടില്ല, ചീത്തപ്പേര് മാത്രം മിച്ചം. അവള് വീട്ടിലിങ്ങനെ മുനി പോലെ കുത്തിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ പാടാൻ പോകുന്നത്? മനസ്സിലെങ്കിലും സന്തോഷം കിട്ടുമല്ലോ. ഏയ്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് അളിയന് മനസ്സിലായില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള പെമ്പിള്ളേർക്ക് ചേർന്ന പണിയല്ലത്. അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധം ഈ മനുഷ്യനുണ്ടോ? സൂസൻ എങ്ങനെ പാടണമെന്ന് മോഹം ഉണ്ടെങ്കിൽ ദൂരദർശനിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്, ഓഫീസറാ. അയാളോട് പറഞ്ഞ് ടി വി ഞാൻ പാടിപ്പിക്കാം. 4 ആൾ അറിയുകയും ചെയ്യും, നല്ല കാശും കിട്ടും. ടി വിയിൽ പാടാൻ പോണു. ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കാനുള്ളതാ. അതിനുള്ള ശബ്ദം വല്ല ഇവൾക്കുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നീ അവൾക്ക് ടി വിയിൽ പാടാൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കും. അല്ല, സൂസൻ എവിടെ? എടി സൂസ, ഇവളിത് എവിടെ പോയി കിടക്കുക? ഞാനിവിടെ ഉണ്ട്. ഇവിടെ നിൽക്കായിരുന്നു എല്ലാം കേട്ടോണ്ട്. സൂസന് ടി വി പാടണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാ നാളെ തന്നെ റെഡിയായിക്കോ. പേടിക്കാനൊന്നും ഇല്ലെന്നേ, ഞാനില്ലേ കൂടെ. കൂടി വന്നാൽ അയാൾ ഒരു പാട്ട് പാടാൻ പറയും. ഒരു പാട്ടങ്ങ് പാടി വയ്ക്കണം. ആദ്യമായിട്ടാണല്ലേ ഇത്രയും വലിയ ഹോട്ടൽ കയറുന്നത്. ആട്ടെ, സൂസനെ കുടിക്കാൻ എന്താ വേണ്ടേ? എന്തായാലും മതി. ഹലോ, റൂം സർവീസ് 245. 1 കോഫി ആൻഡ് 1 ഫ്രഷ് ലൈൻ. ഓക്കെ. ഹലോ, ഞാനാ അലക്സ്. അതെ, ജയപ്രാശിന്റെ റൂമിലാ. ഇപ്പൊ വന്നേ ഉള്ളൂ. എന്റെ കസിന് ടി വിയിൽ ഒരു പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ വന്നാ. അതെ, സിംഗറാ. യെസ്, ജാരിയും ചിത്രയൊക്കെ ഔട്ടാവും. എന്നാ ശരി, ഓക്കെ, വൈകിട്ട് കാണാം. സാർ, കോഫി അവിടെ വച്ചേക്ക്.
തന്ത്രപൂർവ്വം ഒരുക്കിയ ഒരു കെണിയായിരുന്നു. എന്നിട്ടും ചിറ്റപ്പന്റെ ആന്റിയുടെ മുന്നിൽ ഞാൻ തെറ്റുകാരിയായി. മുറിവേറ്റ മനസ്സുമായി ഇരുണ്ട മുറിയിൽ ഒതുങ്ങിക്കഴിയുമ്പോഴാണ് ഞാൻ പാടിയിരുന്ന ട്രൂപ്പിലെ വയലിനിസ്റ്റ് വഴി ചാന്ദിനി ഹോട്ടലിൽ പാട്ടുകാരിയായി ജോലി കിട്ടിയത്. ഇപ്പോൾ മറ്റൊരു ദുരന്തം കൂടി. സൂസൻ വിഷമിക്കണ്ട, അയാൾ ചത്തിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ മുറിവല്ലേ ഉള്ളൂ. കഴിഞ്ഞ കഥകളൊക്കെ കേൾക്കേണ്ടിയിരുന്നില്ല എന്നിപ്പോ തോന്നുന്നുണ്ടല്ലേ? ഒരിക്കലുമില്ല. ഒരു പെൺകുട്ടിയും ഇത്തരം അനുഭവങ്ങളൊന്നും ആരോടും തുറന്നു പറയാറില്ല. സൂസൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മനസ്സ് കാണാൻ എനിക്ക് കഴിയും. അയ്യോ, സൂസന്റെ കഥ കേട്ടിരുന്നപ്പോ വാനിലിരിക്കുന്ന ഡെഡ് ബോഡിയുടെ കാര്യം വരെ ഞാൻ മറന്നുപോയി. ഇന്ന് രാത്രി തന്നെ അത് കളഞ്ഞില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. ഞാൻ ഗോപി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അവൻ ഇനി എന്തെല്ലാം കുഴപ്പങ്ങൾ കാട്ടിക്കൂട്ടുമാവോ? എന്താ പ്രശ്നം? ദൈവത്തിനറിയാം. എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പിറകെ കൂടിയിരിക്കാം. എന്റെ സൗന്ദര്യം എനിക്ക് ഇത്രയും വലിയ ശാപമായി തീരുമെന്ന് ഞാൻ വിചാരിച്ചു. നിനക്ക് അവരെ നേരത്തെ പരിചയമുണ്ടോ? എവിടെ? ഇത് ഞാൻ സോൾവ് ചെയ്യാം. എന്താ ചേച്ചി പ്രശ്നം? ഇയാൾ എന്നെ കെട്ടാന്ന് പറഞ്ഞതാ. അയ്യോ, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയതാ. അയ്യോ ശരിയാ, നീ തന്നെയാണ്. എന്താണിത്? ഞാൻ എത്ര കത്തയച്ചു? എനിക്കാ? എണ്ണത്തിന് മറുപടി അയച്ചോ? അയ്യോ, ഇത് ഇവർക്ക് ഭ്രാന്താണ്. നീ എന്താ അവരയച്ച കത്തിന് മറുപടി അയക്കാത്തത്? കേരളം എന്റെ വണ്ടിയിൽ ആ ഭൂതനെ പേടിച്ച് ഓടി ഓടി എന്റെ പിന്നതയില ഇളകി. സ്റ്റേഡിയത്തിന്റെ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് നീ എവിടെ പോയി കിടക്കായിരുന്നു? വണ്ടിയിൽ ഒരു പെണ്ണിനെ വെച്ച് എത്ര നേരം എന്ന് വെച്ചാൽ കാത്തിരിക്കുക. നിന്നെ കാണാതായപ്പോ ഞാൻ ഹോട്ടലിൽ ഒരു റൂം എടുത്തു. ഓഹോ, അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണ വായന. ഇവിടെ ഭ്രാന്തം പേപ്പട്ടിയുടെ കടിയും കൊണ്ട് ഓടും പോലെയാ ഞാൻ കിടന്ന് ഓടിയത്. സൂട്ട്കേസിൽ നിന്ന് മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു ബോട്ടിൽ പെർഫ്യൂം വാങ്ങിച്ചടിച്ചാലോ? അതാ നല്ലത്. ഇല്ലെങ്കിൽ പാപ്പിച്ചേട്ടൻ നാറും നമ്മളും നാറും. എവിടാ പണം? അയ്യോ, ഏത് പണം? വെറുതെ തടി കേടാക്കണ്ട. ഫിലിം പെട്ടിക്കകത്ത് കിട്ടിയ പണം എവിടെയാണ്? സത്യം പറഞ്ഞു. അതെ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണം ഞങ്ങളുടെ കൈ കിട്ടുന്നുള്ള സത്യമാണ്. പക്ഷേ പെട്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതെ, മിസ്സായിപ്പോയി. മര്യാദയ്ക്ക് ചോദിച്ചാൽ അവന്മാര് സത്യം പറയില്ല. എനിക്കറിയില്ല, എനിക്കറിയില്ലെന്ന് പറയണം. വാനിനകത്ത് സൂട്ട് കേസിനകത്തുണ്ട്. നേരാണോടാ? നമുക്കൊരു കാര്യം ചെയ്യാം. ആ പണം പകുതി പകുതി എടുക്കാം. 50-50. പകുതി അതെന്താ ന്യായം? നോക്കണം.
മതി നിർത്ത്. മിടുക്കന്മാർ, ഈ പണം തിരിച്ചിട്ടുവെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ ബോയ്സ്. സുന്ദരേശ തുറക്കറ. ഓക്കെ. എന്താണ് കാണുന്നത്? ഇയാളെങ്ങനെ പെട്ടി കയറി? ഇത് തീർന്നിറക്കണ കേട്ടാ. പെട്ടി കണ്ടാൽ അറിഞ്ഞൂടാ നിനക്കൊക്കെ. അവന്മാർ പണം മുഴുവൻ തട്ടിയെടുത്ത് നമ്മൾ ചീറ്റ് ചെയ്താണ്. ഞങ്ങൾ വിചാരിച്ചു ശവമാണെന്നല്ലേ? എന്താണ് മാമനോടെ മെഡിക്കൽ കോളേജ് വല്ലതും തുടങ്ങാൻ പോണ്ട ശവം മേടിച്ച് സൂക്ഷിക്കാൻ? എന്തൊരു നാറ്റം മാമാ. നമുക്കിത് ഫോറൻസിക് സൈലന്റ് വാലിയിൽ അയച്ചു കൊടുത്ത് ടെസ്റ്റിംഗ് നടത്തിയാലോ? പാപ്പിച്ചേട്ടന്റെ ബോഡി കയ്യിൽ നിന്ന് പോയി എന്ന് കരുതി നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. ഡെഡ് ബോഡി എവിടെയെങ്കിലും പൊങ്ങിയാൽ നമ്മൾ ആകെ കുടുങ്ങും. തിയേറ്ററിൽ ഇക്കിളി കൂട്ടും പെണ്ണിന്റെ പ്രിന്റും നമ്മളെയും കാണാനില്ല എന്ന് വരുമ്പോ തന്നെ സാമിയുടെ അടുത്ത് ആളിയല്ലും. അവിടെ ഇല്ലാന്ന് അറിയുമ്പോ വീട്ടിലേക്ക് ആളയക്കും. പിന്നെ പാപ്പിച്ചേട്ടനെ കൂടെ കാണാനില്ല എന്ന് വരുമ്പോ പ്രശ്നമായ ഗുരുതരമാവും. അയ്യോ, വീട്ടിലാളിയെന്ന് എല്ലാരും അറിയും. സരിത അറിഞ്ഞാലുള്ള സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് നമ്മൾ പാപ്പിച്ചേട്ടനെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഫിലിംപെട്ടിക്ക് അകത്തുനിന്ന് കിട്ടിയ രൂപ ഒളിപ്പിച്ചു വെച്ചു എന്നൊരു തെറ്റല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഏതായാലും സ്വാമിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് വരെ നമുക്ക് പോയാലോ? അവിടുത്തെ സ്ഥിതി ഒന്ന് അന്വേഷിക്കാം. ചേട്ടാ, അത് കൂടുതൽ പുലിവാലാവൂലേ? നമുക്ക് പോയി നോക്കാം. നീ മുറിയിലേക്ക് വരണ്ട, ഞാൻ പോയി അറിയാത്ത വിധത്തിൽ അന്വേഷിച്ചിട്ട് വരാം. എന്നാ വാ. ഐ എം സോറി. ഈ ടെൻഷനിടയ്ക്ക് ഞാൻ സൂസന്റെ കാര്യം മറന്നു. എന്നെ ഹോട്ടലിൽ തന്നെ കൊണ്ടുവിട്ടുള്ളൂ. അങ്ങോട്ടല്ലാതെ എനിക്ക് വേറെ പോകാൻ ഇടമില്ല. ഇല്ല, ഇനി ഒരിക്കലും സൂസനെ ഞാൻ അങ്ങോട്ട് അയക്കില്ല. സൂസൻ എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. എന്താ ഇത്? ഇക്കിളി കൂട്ടും പെണ്ണ് ദന്നിയിൽ വെച്ചിരുന്നതല്ലേ? പിന്നെ എങ്ങനെ ഈ പെട്ടി ഇവിടെ വന്നു? നാരായണ, നാരായണ, ഇതാരും ഇവിടെ കൊണ്ടുവച്ചു? ഞാൻ കണ്ടില്ല സ്വാമി. കണ്ടില്ലെന്നോ? പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? അല്ല, പെട്ടി വലുതാണല്ലോ. ഇനി സിനിമാസ്കോപ്പ് പടായിരിക്കോ? നീ ഇതൊന്ന് തുറന്നേ. എന്റെ ഈശ്വര, ഇതൊരു ഡെഡ് ബോഡിയാണല്ലോ. മത്തായി, പ്രദീപേ, രാഘവ, ഓടി വായോ. എന്താ സ്വാമി? എന്താ സ്വാമി? എന്തുണ്ടായി? എന്ത് പറ്റി? എന്താ സ്വാമി ഇത്? എനിക്കൊന്നും അറിയില്ല. പെട്ടി തുറന്ന് നോക്കിയപ്പോ ഒരു ഡെഡ് ബോഡി. സ്വാമി ഉടനെ പോലീസിൽ അറിയിക്കണം. പോലീസിൽ അറിയിച്ചാ എനിക്ക് വല്ല കുഴപ്പമുണ്ടാവോ? അറിയിച്ചില്ലെങ്കിലേ കുഴപ്പം. സ്വാമി വേഗം ഫോൺ ചെയ്യും. ഹലോ, പോലീസ് സ്റ്റേഷൻ. നമുക്ക് ആദ്യം ഓഫീസിൽ ചെന്ന് നടന്നത് എന്താണെന്ന് സ്വാമിയോട് തുറന്നു പറയാം. എന്നിട്ട് ഇന്ന് തന്നെ വണ്ടി തിരികെ കൊടുക്കാം. ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണോ? ഈ വണ്ടി ഉള്ളതുകൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇന്ന് കൊടുത്തില്ലെങ്കിൽ ഇനി വണ്ടി കേസ് വേറെ വരും. സൂസൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ വേറെ ആരാ ഉള്ളത്? നാരായണൻ ഉണ്ടായിരുന്നു. ആരാണ് അവിടെ പെട്ടി കൊണ്ട് വെച്ചത്? എനിക്കറിയില്ല സാർ. നിനക്കറിയില്ലേ? നിങ്ങൾ മിണ്ടണ്ട. ഞാൻ വരുമ്പോ കൂടി ഉണ്ട്. പറയടാ. ഞാനിങ്ങോട്ട് വരുമ്പോ ഓഫീസിന്റെ വാതിൽക്കൈ പെട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഈ കണ്ണാടിയുള്ള ചേട്ടൻ. ഇങ്ങോട്ട് മാറിയിക്കടോ. നീ ഞാനാണോ എന്റെ റെപ്രസെന്റേറ്റീവ്? ഞാനല്ല സാർ. പിന്നെ ആരാ? അവരും എനിക്ക് പോയിരിക്കുക. വരും. ആകെ പ്രശ്നമായി. ആൾക്കൂട്ടം പോലീസും. പാപ്പിച്ചേട്ടന്റെ ബോഡി ഇവിടെ പെട്ടിക്കകത്ത്. അയ്യോ, അതെങ്ങനെ ഇവിടെ വന്ന്? ആർക്കറിയാം? ആ സ്വാമിയുടെ ഇൻസ്പെക്ടർ ചോദിച്ചോണ്ടിരിക്കുക നമ്മുടെ രണ്ടുപേരുടെയും കാര്യമാണ്. നമ്മൾ ഇനി ഇവിടെ നിന്നാ കുഴപ്പം. വേറെ രക്ഷപ്പെടാം. ഇപ്പൊ ഞാൻ പറഞ്ഞെന്തായി? അവര് നിസ്സാരക്കാരല്ല. എത്ര പെട്ടെന്നാണ് ഡെഡ് ബോഡി സ്വാമിയുടെ ഓഫീസിൽ എത്തിച്ചത്. ഇവർക്ക് കള്ളപ്പണത്തിന്റെ കുഴൽപ്പണത്തിന്റെ ഏർപ്പാട് മാത്രമായിരിക്കില്ല, അധോലോകവുമായിട്ട് വരെ ബന്ധമുള്ള ഗ്യാങ് ആയിരിക്കും അവര്. അവന്മാരുടെ കാര്യമൊന്നുമല്ല പ്രശ്നം. ഇതിപ്പോ
ചെയ്യാത്ത കുറ്റത്തിന് സർക്കാർ നമ്മളെ തൂക്കിക്കൊല്ലും. നീ ഇങ്ങനെ പേടിച്ചാലോ? പേടിയൊന്നുമില്ല, ഒരു ഉൾക്കിടില്ല. അതിന് എന്നാ പേടിയെന്ന് പറയുന്നത്? അർത്ഥമൊന്നും തന്നെ, പക്ഷെ ഫീലിങ്സ് വ്യത്യാസമുണ്ട്. എടാ, ആ പാപ്പിച്ചേട്ടനെ കൊന്നതും അവന്മാര് തന്നെയായിരിക്കും. ഇനി അഥവാ ആണെങ്കിൽ എത്രയും വേഗം സത്യം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ അകത്തു പോകും. അവന്മാരല്ലേ അത്? അതെ. അപ്പൊ ഇത് തന്നെയായിരിക്കും അവന്മാരുടെ സങ്കേതം. നമുക്കൊന്നേ നോക്കിയാലോ? വേണ്ട, രണ്ടാളും കൂടി പോണ്ട. പിടിച്ചാൽ രണ്ടും അകത്താവും. ഞാൻ പതുക്കെ ചെന്ന് നോക്കാം. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ ഓടി വരും. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. അവന്മാരുടെ കണ്ണിപ്പെടാതെ നോക്കണം. ഞാൻ സൂക്ഷിച്ചോളാം. എന്റെ അനുജൻ കൂടി എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിക്രമൻ ഒരു വിലസ്തേനെ. എന്റെ മനസ്സ് ഇപ്പോഴും പറയുന്നു, അവനെ എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന്. അനിയനെ കാണാതെ പോയിട്ട് വർഷം 20 കഴിഞ്ഞില്ലേ? ഇപ്പൊ അവനെ കണ്ട നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും പറ്റിയെന്ന് വരില്ല. അതായത് കണ്ടോ, പിള്ളേരെ പിടുത്തക്കാർ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അവന്റെ കഴുത്തിൽ ഇതേപോലെ ലോക്കറ്റുള്ള ഒരു മാലയുണ്ടായിരുന്നു. കയ്യിൽ ശ്രീകൃഷ്ണ രൂപം പച്ചകുത്തിയിട്ടുണ്ട്. താഴെ പ്രസാദ് എന്ന പേരും. അവനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് നമ്മുടെ ജോത്സ്യൻ തറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എന്റെ അനുജന് വേണ്ടി ഞാൻ പോകാത്ത സ്ഥലങ്ങളേ ഇല്ല. കലക്കി. ഇപ്പോ ഞാൻ വിക്രമന്റെ കാണാതായ അനിയൻ പ്രസാദ്. അനിയനാണെന്നും പറഞ്ഞ് നീ എങ്ങനെ അകത്ത് കയറി പറ്റും? അതിനൊക്കെ ഞാൻ വഴി കണ്ടു വെച്ചിട്ടുണ്ട്. കാര്യമൊക്കെ കൊള്ളാം. രണ്ടുപേരും അവിടെ പോയി കുടുങ്ങരുത്. രണ്ടുപേരും എന്ന് പറയണ്ട, സാംസൺ അവിടെ പോയി കുടുങ്ങി പോകരുത് എന്നല്ലേ ഭവതി പറഞ്ഞതിന്റെ ധ്വനി? ഹൈ 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 ഹൈ. മതി, നീ ഷർട്ട് എടുത്തിട്ട്. അത് മാത്രമല്ല, വരുന്നുണ്ട്, തുടങ്ങി. ഓക്കി വേണം. പൊട്ടന്റെ അടിക്ക് ഒരു മയമില്ലെന്ന്. ആരാടാ പൊട്ടൻ? നീ അല്ല, ഞാൻ ഇങ്ങോട്ട് നീ. എന്തൊരു വെയിറ്റാണ്. ഞാൻ തരില്ല. ഈ മാല ഞാൻ തരില്ല. എന്നെ കൊന്നാലും ഞാൻ തരില്ല. ആശിച്ച മാലകളൊന്നും ഈ ടൈഗർ നേടാതിരുന്നിട്ടില്ല പട്ടി. ഇവനെന്റെ മാല പൊട്ടിച്ച് ഓടാൻ ശ്രമിച്ചു. ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം സാർ. പോയി സാർ, ഓടിയവൻ. നീ ആരാ? ഞാനൊരു അനാഥനാണ് സാർ. പേര് പ്രസാദ്. അനിയ, ഞാൻ നിന്റെ ജ്യേഷ്ഠനാ വിക്രമൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അന്യനാണ് നീ. ഓർക്കുന്നുണ്ടോ? ഞാനെല്ലാം ഓർക്കുന്നു. വിക്രമൻ ചേട്ടൻ ഇത്രയും വലുതായോ? എന്ത് പൊക്കം. നിന്നെ ആരാ തട്ടിക്കൊണ്ടുപോയത്? കിഡ്നി പിടുത്തക്കാര്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നി എടുത്ത് വിൽക്കുന്ന ഒരു സംഘമാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. അവർ എന്റെ കിഡ്നി എടുക്കാൻ നോക്കിയപ്പോ എന്റെ കിഡ്നിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞ് അവർ എന്നെ വെറുതെ വിട്ടു. സുഭാഷിണി, സുഭാഷിണി, വരുന്നു. ഇതാണ് നിന്റെ ചേട്ടത്തി. എനിക്ക് എന്റെ അനിയനെ തിരിച്ചു കിട്ടി. എന്റെ പ്രസാദിന്. ഇതാ പച്ച, ഇത് ഗോൾഡ്. ഈ പൊണ്ണ ആരാ ജ്യേഷ്ഠ? ദേവി ചേച്ചിയുടെ മകൻ സുന്ദരേശൻ. ഇതാണ് നിന്റെ കൊച്ചുമാമൻ. പണ്ട് കാണാതായ അവന്റെ. അതെ, എല്ലാ പ്രൂഫും ഉണ്ട്. അനിയ, നാളെ നിന്റെ ബർത്ത്ഡേ ആണ്. 25ാം ജന്മദിനം. സിൽവർ ജൂബിലി. യാ, അത് നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണം. വിത്ത് ചീമമദ്യം. യാ, വിത്ത് ടീയേഴ്സ്. ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ കാര്യം? ചെറുപ്പം മുതലേ അവനെ ലാളിച്ചു വഷളാക്കിയത് നീ ഒറ്റ എഴുത്തിയ.
ഇനി വരുന്നൊക്കെ അനുഭവിക്കുക തന്നെ. ഒരെറുമ്പിനെ പോലും നോവിക്കാത്തവനാ എന്റെ മോൻ. അവൻ അങ്ങനൊന്നും ചെയ്യില്ല. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവനെന്തിനാ ഒളിവ് നടക്കുന്നത്? പത്രത്തിൽ വന്നെന്ന് കരുതി സത്യം എന്താണെന്ന് ആർക്കറിയാം? ഇനി പോലീസുകാരോട് മാറുമോ? അവൻ എവിടെയുണ്ടെന്ന് നിങ്ങൾ ചെന്ന് അന്വേഷിക്കേ. എന്താ സംഭവിച്ചതെന്നറിയാലോ. ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? പറഞ്ഞ സമയത്ത് പാർട്ടിക്ക് ക്യാഷ് എത്തിക്കാത്തതുകൊണ്ട് നമ്മളോട് അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. ആ റെപ്രസെന്റേറ്റീവ്മാരാണ് പണം എടുത്തിരിക്കുന്നത്. അവന്മാർ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് പണവുമായേ നിങ്ങൾ തിരിച്ചു വരാവൂ. എതിർത്താൽ തട്ടിക്കളയാൻ മടിക്കണ്ട. ഒരു കാര്യം മാത്രം ഓർത്തോ, ഇക്കാര്യത്തിൽ ഇനിയൊരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കേണ്ടി വരരുത്. ഓക്കെ? കുറച്ചുകൂടെ ഒഴിക്കട്ടെ ചെറിയ മാമ. മാമേ, ഞാൻ നിന്റെ ബ്രോക്കറാണോടാ കുട്ടിത്താവാങ്ക? എടാ, ഇവിടെ നടക്കണ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ പച്ചയും കുത്തി വന്നിരിക്കുന്നത്. ഇതൊക്കെ വരച്ചു വെച്ചതാ. ഈ സീസണെ കണ്ട വെള്ളം തൊട്ടാ മാഞ്ഞു. നിനക്ക് വല്ല പച്ചയും കുത്തനാടെ? എനിക്ക് ശ്രീകൃഷ്ണനൊന്നും വേണ്ട, പിന്നെ അമിതാഭ് ബച്ചനെ മതി. ഓക്കെ, ഞാൻ സാംസണെ വിട്ട പിന്നെ ഫിലിം റെപ്രസെന്റേറ്റീവ് സാംസൺ അല്ല. അയാളെ എനിക്ക് അറിഞ്ഞൂടാ. അയാളെ എനിക്ക് യാതൊരു പരിചയമില്ല. നമ്മൾ തമ്മിൽ സംസാരിച്ചൊന്നും വേറെ ആർക്കും പറയണ്ട. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ? ഏതായാലും വിക്രമന്റെ സംഘത്തിൽ നുഴഞ്ഞു കയറാൻ പറ്റിയതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി. പാപ്പിച്ചേട്ടന്റെ കൊലപാതകത്തിൽ അയാൾക്ക് യാതൊരു പങ്കുമില്ല. പിന്നെ ആരാണ് കൊല ചെയ്തിരിക്കുന്നത്? പോലീസ് നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ കുറ്റവാളികളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പോലീസിന്റെ ജോലി നമ്മൾ ഏറ്റെടുക്കാനോ? രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടിവരും. കൊള്ളാം. പോലീസ് തന്നെ നമ്മളെ തപ്പി നടക്കുമ്പോ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഒരു പോലീസ് മോഡൽ ഇൻവെസ്റ്റിഗേഷൻ. എടാ, അതല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് ആ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടികളൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. തിയേറ്ററിൽ ചെന്ന് അവർ പോലീസിൽ വിവരം അറിയിക്കില്ലേ? എന്നാൽ നമുക്ക് ആദ്യം ആ പാപ്പിച്ചേട്ടന്റെ അസിസ്റ്റന്റ് കൃഷ്ണൻകുട്ടിയെ രഹസ്യമായി ചെന്നൊന്ന് കണ്ടാലോ? അത് കറക്റ്റ്. അവന്റെ കയ്യിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഹിന്റ് കിട്ടാതിരിക്കില്ല. ഇതാ പാപ്പിച്ചേട്ടന്റെ അസിസ്റ്റന്റ് കൃഷ്ണൻകുട്ടിയല്ലേ? ഇവനാളാകെ മാറിയിരിക്കുന്നല്ലോ. നീ ഇവിടെ ഇരുന്നോ, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. കൃഷ്ണൻകുട്ടി, വാഴക്കുളത്തൊരു തിയേറ്റർ കൊടുക്കാനുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? കാശ് മുടക്കുള്ള ഒരു ഏർപ്പാടും തൽക്കാലം വേണ്ട. ഇത്രയും കാശ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാ നീ എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? ആ റെപ്രസെന്റേറ്റീവ്സ് മുന്നിൽ നടക്കുന്നിടത്തോളം കാലം നിന്നെ ആരും സംശയിക്കാൻ പോകുന്നില്ല. പതുക്കെ പറയടാ, വെള്ളം അടിക്കുന്നതിന് തലയ്ക്ക് പിടിച്ച. എന്താ നിന്റെ പരിപാടി? എടാ, എന്താ നിന്റെ പരിപാടിന്ന്? കുറച്ചു നാള് നമുക്ക് വല്ല ബോംബെയിലോ മദ്രാസിലോ മാറിയിരിക്കാം. അതല്ലേ ബുദ്ധി. സാറിന് അന്വേഷിച്ച ആളൊന്നിരിക്കുന്നു. ആരാ? ആരാന്ന് പറഞ്ഞില്ല. എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന്. അവിടെ ഹലോ, നമ്മളാണോ വിളിച്ച? ആരാടാ പാപ്പിച്ചേട്ടനെ കൊന്നത്? എനിക്കറിയില്ല. മാന്യമായി അവമാനിച്ചോണ്ടല്ലോ. കൂടുതൽ ഒച്ച ബഹളമൊന്നും വേണ്ട. ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്താ ഉണ്ടായെന്ന് പറ. എനിക്കറിയില്ല എന്ന് പറഞ്ഞല്ലേ? കൈ തറ പട്ടി. നിന്നെ കൊണ്ട് പറയിക്കാൻ ഞങ്ങളൊന്നും ഞാൻ പറയാം. നിങ്ങൾ ഫിലിം പെട്ടിയുമായി വന്നന്ന് ഭക്ഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ചാക്കേട്ട് മരിച്ചടിച്ച് നിങ്ങൾ രണ്ടുപേരും തിയേറ്ററിന് പുറകിലുള്ള കുറ്റിക്കാട്ടിലേക്ക് പോകുന്നത് പാപ്പിച്ചേട്ടൻ കണ്ടത്. പാപ്പിച്ചേട്ടൻ അത് എന്നെയും വിളിച്ച് കാണിച്ചു. ചാക്കിൽ കൊണ്ടുപോയി വെച്ച എന്താണെന്ന് അറിയാൻ ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ചു. സെക്കൻഡ് ഷോ കഴിഞ്ഞ് നിങ്ങളെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചാക്കിനടുത്തെത്തി. ഇവിടെ കാണുന്നില്ലത്. ഇത് എവിടെ കൊണ്ട് വച്ചിരിക്കണം? അയക്കി
എടാ ഇത് നോട്ട് കിട്ടുന്നതാണല്ലോടാ. ഇതുവല്ല കള്ളനോട്ടിലായിരിക്കും ആശാനെ. അയ്യോ, നിനക്ക് പേടിയില്ല, നീ എടുക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ എടുത്തോളാം. നമുക്ക് പപ്പാതി എടുക്കാം. ഏത് പാതി? പപ്പാതി ആശാനെ ഏത്? ഒരുമാതിരി ഓടാ പട്ടി. ഇത് നീ എടുത്തു വെച്ചോ. ഇത് ആർക്ക് വേണം? എനിക്ക് എന്റെ പകുതിയും വേണം. പകുതിയോ? നിനക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ള കഴുതേ? എനിക്ക് 3 പെമ്പിള്ളേർ കെട്ടിച്ചയക്കാനുള്ള. നീ ഒറ്റത്തടിയല്ലേ? ഒരുമാതിരി വൃത്തിയത്തെ വർത്താനം പറഞ്ഞത് കേട്ടോ. വൃത്തിയിട്ട വർത്താനം പറഞ്ഞു നീ എന്ത് ചെയ്യടെ? എന്തോ ചെയ്യുന്നു ഇനി എന്റെ സോമർ. എടാ, ഇതൊന്നൊരു ശല്യ കാശ് പോലും ചോദിക്കാൻ തരില്ല. വീട്ടിൽ പോകില്ല. വീട്ടിൽ പോകാം. സമ്മതം വേണോ? ഈ വിവരമെല്ലാം നീ പോലീസിന്റെ അടുത്തുകൂടി ഒന്ന് പറയണം. വരട്ടെ, ആ കാശും കൂടി എടുത്തിട്ട് വേണം പോലീസിന്റെ അടുത്ത് പോവാൻ. അതെവിടാ നീ വെച്ചിരിക്കുന്നത്? ഹലോ, ജ്യേഷ്ഠന്റെ പണം ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അയ്യോ, അനിയൻ ജ്യേഷ്ഠന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അതൊന്നും സാരമില്ല. എവിടെ നിന്ന് കിട്ടിയ ഐഡിയ ഒക്കെ? ഐഡിയയോ? ഹിന്ദി സിനിമ ധാരാളം കാണാറുണ്ടല്ലേ? ഈ പണം കണ്ടുപിടിക്കുന്നതിനിടയില് മാല നഷ്ടപ്പെട്ടു. പച്ചയോടെ തന്നെ ഉണ്ട്. ഈ ഫിലിം പെറ്റി കേസിൽ ഇനി ഒരു കണ്ണി പോലും ബാക്കി ഉണ്ടാവരുത്. 3 എണ്ണത്തിന് തട്ടേര. പണം ഇന്ന് തന്നെ ചാവക്കാട് എത്തിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിരിക്കണം. മനസ്സിലായോ? അറ്റാക്ക്. പെട്ടെന്ന് അയച്ചിട്ടു. 50-50 എടുക്കാം. എന്റെ അമിതാഭ് ബച്ചന്റെ ബിസ്ക്കറ്റുകളല്ലേട്ടാ.
സാർ ഈ കെട്ടൊന്ന് കഴിച്ചു പതി എടുക്കാം. പറ്റിക്കോ? സത്യമായിട്ടില്ല, അത് കഴിച്ചോട്ടാ എന്റെ ഫോം മനസ്സിലാവുള്ളൂ. എന്റെ മുഖത്തിന്റെ ഫേസ് കട്ട് കണ്ട. കള്ള ജ്യേഷ്ഠ, ഈ കേസിൽ ഒരു കണ്ണി പോലും ബാക്കി വെക്കില്ലല്ലേ? അവിടെ നിൽക്കണം. മിസ്റ്റർ ഗോപിനാഥ്, നിങ്ങളല്ലേ അന്ന് ആ കള്ളക്കടത്തുകാരെ പിടിക്കാൻ ഞങ്ങളെ സഹായിച്ചത്? അതെ സാർ. സാർ ഇത് എന്റെ ഫ്രണ്ട് സാംസൺ. ഞങ്ങൾ രണ്ടുപേരും കള്ളക്കടത്തുകാർക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹലോ. ഇതാണ് കക്ഷികൾ. വലിയാൻ നോക്കണ്ട. ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തന്നെ കണ്ട അന്നേ ഞാൻ നോട്ടമിട്ടതാ. ഫിലിം വെട്ടി മാറിപ്പോയ സംഭവമാണ് ഇപ്പൊ ഈ നഗരത്തിലെ സംസാര വിഷയം. ചൂടാറും മുമ്പേ അത് സിനിമയാക്കാൻ പോവുകയാണിവർ. ഇത് ഡയറക്ടർ, ഹലോ. ഇത് പ്രൊഡ്യൂസർ. ഹലോ. അതിലൊരു വേഷം നിന്റെ ഗോപിനാഥ മേനോന് കൊടുക്കാമെന്ന് ഇവർ സമ്മതിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാനാണ് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ. എന്നെ അല്ല പൊക്കൊണ്ടത്, അവനെ.